നോട്ട് എ മജീഷ്യൻ റൈറ്റ്, ഓർ എൻ്റെ ടീം ഒരു മാജിക് ടീമോ അങ്ങനെയൊന്നുമില്ല. മാർക്കറ്റിംഗ് ഇസ് നെവർ എ മാജിക് റൈറ്റ്. എൻ്റെ ജോലി ചെയ്യുന്ന സമയത്ത് തന്നെ ഫ്രീലാൻസിങ് വാസ് ഓൾവേസ് ഒരു ബാക്ക് എൻഡിൽ ഇങ്ങനെ ചിലപ്പോൾ 1-2 ക്ലയൻസിന്റെ വർക്കിങ്ങിന് എപ്പോഴും ബാക്ക് എൻഡിൽ നടക്കായിരുന്നു. ഐ ഓൾവേസ് യൂസ് ടു ഹാവ് എ ബൗണ്ടറി ബിറ്റ്വീൻ മൈ വർക്ക് ആൻഡ് മൈ ഫ്രീലാൻസിങ് തിങ്. ബട്ട് അതിൻ്റെതായ നെഗറ്റീവ് സൈഡ്സ് ഉണ്ട്. ഞാൻ 2 മണിയൊക്കെ കയറുന്ന രാത്രി പണിയെടുക്കും. അതിപ്പോൾ എനിക്കൊരു ശീലമായി. ഇന്നിപ്പോൾ എനിക്ക് 1 മണി കഴിയാണ്ടോ 2 മണി കഴിയാണ്ട് എനിക്ക് ഉറക്കം വരില്ല. പലർക്കും ഉള്ള ഒരു ഡൗട്ടാണ് ഈ പുതുതായിട്ട് ഏജൻസിയൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ നിൽക്കുന്ന ആൾക്കാർക്ക് എങ്ങനെ ഒരു ക്ലയന്റിനെ പ്രോപ്പറായിട്ട് ഓൺബോർഡ് ചെയ്യണം. ഞാൻ ആലോചിച്ചത് എൻ്റെ ICP, സോ ഐഡിയൽ കസ്റ്റമർ പ്രൊഫൈൽ എന്നൊരു സാധനമുണ്ട്. അത് ഞാൻ ഓൾറെഡി ഒരു പേപ്പറിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ ടീമിനോട് പറഞ്ഞു നമ്മൾ ഈ ക്ലയൻസ് അല്ലാണ്ട് നമ്മൾ വേറെ ഒരു ക്ലയൻസിന് എടുക്കുക. അപ്പോൾ അത് തന്നെയാണ് നമ്മൾ ഇന്നും ഫോളോ ചെയ്യുന്നത്. സൺസ്ക്രീൻ ജാക്കറ്റ്, ആ സൺസ്ക്രീൻ ജാക്കറ്റ് ഒറ്റ പ്രൊഡക്റ്റ് മാത്രം 50 lakhs സെയിൽസ് വന്നിട്ടുണ്ട്. അങ്ങനെ ട്രാവലിനൊരു ജോഗേഴ്സ് പറഞ്ഞ സാധനം ഇല്ല. സോ നമുക്ക് നോക്കി വെക്കാന്ന് പറഞ്ഞിട്ട് നമ്മൾ ആദ്യം ഒരു ട്രയൽ ബാച്ച് ഒരു 100 പീസോ ഐ തിങ്ക് എൻ്റെ ഓർമ്മ 100-200 പീസ് നമ്മൾ ലോഞ്ച് ചെയ്തു. അപ്പോൾ ഒരു സ്ക്രാച്ച് നിന്ന് തുടങ്ങുന്ന ബ്രാൻഡിന് മാർക്കറ്റിംഗ് അസറ്റ്സ് ഉണ്ടാവില്ല, അതിനൊരു വീഡിയോസ് ഉണ്ടാവില്ല, UGC കോണ്ടന്റ്സ് ഉണ്ടാവില്ല. ആൻഡ് ഇതിൽ മിസ്റ്റേക്ക് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ റൈറ്റ്, അപ്പം നിങ്ങൾ എത്ര അത് മരിച്ച് പണിയെടുത്താലും അത് സെല്ലാവില്ല റൈറ്റ്. സോ ഇതൊക്കെയാണ് ഞാൻ ഈ ഒരു ക്ലാരിറ്റി കുറേ മാർക്കറ്റേഴ്സിനുള്ളിൽ ഇല്ല. ഇന്ത്യയിലാവട്ടെ ലോകത്തിലാവട്ടെ എല്ലാവർക്കും മാർക്കറ്റിംഗ് റിക്വയർമെന്റ്സ് ഉണ്ട് റൈറ്റ്. സോ മോർ ദൻ നിങ്ങൾ യെസ് പറഞ്ഞേക്കാളും നിങ്ങൾ പറയേണ്ടത് നോ ആണ് കൂടുതലും. ബിസിനസ് ഗ്രോ ചെയ്യണമെങ്കിൽ രണ്ടുപേരും വിചാരിക്കണം റൈറ്റ്. അതിൽ രണ്ടുപേരല്ല കറക്റ്റ്. അപ്പൊ ആ ടീം വർക്ക് ഇല്ലാത്ത ഫൗണ്ടർ എനിക്ക് വേണ്ട. ഐ നോ ഐ വിൽ ഗെറ്റ് ബെറ്റർ ക്ലയൻസ്. ഇന്ന് ആർക്ക് വേണമെങ്കിലും പ്രൊഡക്ട്സ് ബിൽഡ് ചെയ്യാം, സർവീസസ് ബിൽഡ് ചെയ്യാം. ഇന്ന് എല്ലാവർക്കും ക്യാഷ് ഫ്ലോ ഉണ്ട്, പൈസ ഉണ്ട്. ഓക്കെ, നിങ്ങൾ എന്താ ചെയ്തതെന്ന് എനിക്ക് അറിയില്ല. ക്ലയന്റ് നമുക്ക് റിസൾട്ട് നന്നായിട്ട് വരുന്നുണ്ട്. ഇതിന് മുമ്പ് ഉണ്ടായിരുന്ന ഏജൻസി ഒന്നും നമുക്ക് ഇത്രയും പോലും റിസൾട്ട് കിട്ടിയിട്ടില്ല. ഇനി 2 ദിവസം മുമ്പ് കൂടിയും എന്നെ വിളിച്ചിട്ട് ഷോപ്പിഫൈയിൽ ഞാൻ ആദ്യമായിട്ട് ഇത്ര റവന്യൂ കാണുന്നത്, ഇത് ആള് പറയുമ്പോൾ നമുക്കൊരു ഹാപ്പി ഫീലിംഗ് വരുന്നുണ്ടല്ലോ. അപ്പൊ തിരുപ്പൂർ ബസ് സ്റ്റാൻഡിൽ നിങ്ങൾ ഇറങ്ങി കഴിഞ്ഞാൽ അവിടെ വരും ആൾക്കാർ. നിങ്ങൾക്ക് ഞങ്ങൾ ടീച്ചർ മാനുഫാക്ചറേഴ്സ് ആണ്, നിങ്ങൾക്ക് വന്നിട്ട് ബ്രാൻഡ് തുടങ്ങണോ പറയൂ, ഞാൻ കൊണ്ടുപോകാം ഫാക്ടറിയിലേക്ക്. വെൽക്കം ടു സ്റ്റാർട്ടപ്പ് സ്റ്റുഡിയോ. ഞാൻ ഇന്നുള്ളത് എമിലിന്റെ ഓഫീസിലാണ്, ഡെയർ നെറ്റ്വർക്കിന്റെ ഫൗണ്ടർ. വെൽക്കം ടു സ്റ്റാർട്ടപ്പ് സ്റ്റുഡിയോ. താങ്ക് യു സോ മച്ച് ഫോർ ദ ഇൻവൈറ്റ്. പെർഫോമൻസ് മാർക്കറ്റിംഗ് ആൻഡ് ഗ്രോത്ത് മാർക്കറ്റിംഗ് ഏജൻസിയുടെ ഓണറാണ്. യെസ്. എങ്ങനെ ഡെയർ നെറ്റ്വർക്ക് സ്റ്റാർട്ട് ചെയ്തു? സോ ഞാൻ ഇതിനു മുമ്പ് കംപ്ലീറ്റ്ലി എന്താ പറയുക കോർപ്പറേറ്റ് സെക്ടറിലായിരുന്നു കൂടുതലും. സാസിലും ഇതിലൊക്കെ ആയിരുന്നു കൂടുതലുണ്ടായിരുന്നത്. എഞ്ചിനീയറിംഗ് പഠിച്ചു, പക്ഷെ നെവർ വോണ്ടഡ് ടു ഗെറ്റ് ഇൻ ടു ഒരു IT കമ്പനിയിൽ പോയി കോഡിങ് ചെയ്യണമെന്നൊരു ഇത് ഉണ്ടായിരുന്നില്ല. പക്ഷെ ഞാൻ ചെന്ന് പെട്ടെന്ന് ഒരു IT കമ്പനിയുടെ ഉള്ളിലാണ് ഞാൻ എത്തിയത്. അവിടെ മാർക്കറ്റിംഗ് ടീമിലാണ് തുടങ്ങിയത്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ പിന്നെ ഇതിലേക്ക് കയറി. അപ്പോൾ ഒരു 5 വർഷം കോർപ്പറേറ്റിൽ വർക്ക് ചെയ്തു. US-ഉം സിംഗപ്പൂർ, കാനഡ, ഓസ്ട്രേലിയ മാർക്കറ്റിൽ B2B SaaS മാർക്കറ്റിംഗ് എന്നുള്ള ഒരു കാറ്റഗറിയിലാണ് ഞാൻ പ്രൈമറിലി വർക്ക് ചെയ്തത്. ഒരു മടുപ്പ് വന്നപ്പോഴാണ് ഞാൻ പിന്നെ അവിടെ നിന്ന് നീങ്ങിയിട്ട് ഞാൻ പിന്നെ ഏജൻസി ഒരു ആസ് എ കരിയർ നിലയ്ക്ക് ഞാൻ മേജർലി ഇറങ്ങിയത്. അവിടുന്ന് ഒരു 2.5 years ഞാൻ കാലിക്കറ്റിൽ ഹാരിസൺ കോ എന്ന് പറഞ്ഞിട്ടുള്ള ഏജൻസിന്റെ CEO ആയിരുന്നു. ഇനിഷ്യലി അവിടെ VP ഓഫ് മാർക്കറ്റിംഗ് ആയിട്ട് കയറി, പിന്നെ CEO ആയി. പിന്നെ അത് കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി വാണ്ടഡ് സം ചേഞ്ച് ഫ്രം ഞാൻ ചെയ്യണതിനേക്കാളും ഒരു ചെറിയൊരു രീതിയിൽ ചേഞ്ച് വേണമെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ഞാൻ പിന്നെ ബാംഗ്ലൂർ എത്തി. വീട്ടിൽ നിന്ന് മാറി നിൽക്കണം, എന്നിട്ടൊരു കോഴ്സ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ ബാംഗ്ലൂരിലേക്ക് വണ്ടി കയറുന്നത്. എന്നിട്ട് ഇവിടെ എത്തി കുറച്ച് ഫ്രീലാൻസിങ് ക്ലയൻസ് ഉണ്ടായിരുന്നു. ഞാൻ ജോലി വിട്ടപ്പോൾ കുറച്ച് ഫ്രീലാൻസിങ് ക്ലയൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാൻ പിന്നെ എൻ്റെ നമുക്കൊരു ഇൻകമും കാര്യങ്ങളൊക്കെ വേണമല്ലോ, അതിൽ ബിൽഡ് ചെയ്തു. പിന്നെ ഒരു സ്റ്റേജ് കഴിഞ്ഞപ്പോൾ എനിക്കൊരു 6 ക്ലയൻസ് ഉണ്ടായിരുന്നു. 7ാമത്തെ ഒരു ക്ലയൻറ്റ് വന്നപ്പോഴേക്കും എനിക്ക് മനസ്സിലായി ഇനി എനിക്കിത് തനിച്ച് ഇരുന്നത് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ എൻ്റെ ഒരു ഫസ്റ്റ് ഒരു ടീം മെമ്പർ മുഹമ്മദ് എന്ന് പറഞ്ഞിട്ട് കാലിക്കറ്റ് തന്നെ മുഹമ്മദ് എന്ന് പറഞ്ഞ ആൾ ഹയർ ചെയ്തു. അങ്ങനെ വർക്ക് ഫ്രം ഹോമിലായിരുന്നു. ഞാൻ ഇവിടെ ബാംഗ്ലൂരിൽ ഒരു 1 BHK ഒരു അപ്പാർട്ട്മെന്റിലൊക്കെ ആയിരുന്നു പണിയെടുത്തോണ്ടിരുന്നത്, ഞാൻ മാത്രം വീട്ടില്. അങ്ങനെ ആ ഒന്നെന്നുള്ളത് ഇന്നിപ്പോ ഈ ഒരു 1.5 വർഷത്തിൽ ഞങ്ങളിപ്പോ ഒരു 34 മെമ്പർ ടീമാണ്. ഞങ്ങൾ പ്രൈമറിലി ചെയ്യണത് ഇൻടു പെർഫോമൻസ് മാർക്കറ്റിംഗ്, SEO, വെബ് ഡെവലപ്മെന്റ്, ഇതൊക്കെയാണ് ഞങ്ങളുടെ പ്രൈമറി ഏരിയ ഓഫ് സർവീസസ്. അങ്ങനെ ഡെയർ നെറ്റ്വർക്ക് കഴിഞ്ഞ ജൂലൈ 2024 ജൂലൈ 2024 നമ്മൾ ഡെയർ നെറ്റ്വർക്കിനെ ലോഞ്ച് ചെയ്തു. അങ്ങനെ അന്ന് നമ്മളത്തെ കമ്പനി തുടങ്ങുന്ന സമയത്ത് നമുക്കൊരു 3 ടീം മെമ്പർ ആയി അപ്പോഴേക്കും. അത് ഇന്ന് ഒരു 34 ടീം മെമ്പർ ആയിട്ടുള്ള ഒരു കമ്പനിയായിട്ട് ഗ്രോ ചെയ്തു. ഇന്ന് നമ്മൾ പ്രൈമറിലി ഇന്ത്യ, GCC, US, UK, ഓസ്ട്രേലിയ, ഈ 5 കൺട്രീസിലാണ് നമ്മൾ പ്രൈമറിലി ഈ പറഞ്ഞ 3 സർവീസസും
നമ്മൾ ചെയ്യണത്. മെയിനായിട്ടും എങ്ങനെ D2C ആണോ സർവീസ് ബേസ്ഡ് ആണോ? നമ്മൾ രണ്ട് രീതിയിലുള്ള ക്ലയൻസ് ആയിട്ടാണ് വർക്ക് ചെയ്യണത്. ഒന്ന് ഇ-കോമേഴ്സും പിന്നെ ഒന്ന് B2B. ബിക്കോസ് ഞാൻ B2Bയിൽ ഉണ്ടായത് കൊണ്ട് എനിക്ക് ആ ഒരു എക്സ്പീരിയൻസും എൻ്റെ ഉള്ള ഒരു നോളജും കാര്യങ്ങളൊക്കെ ഇതിലേക്ക് കൊണ്ടുവരണമെന്നുണ്ടായിരുന്നു. അങ്ങനെ B2B നമ്മൾ ചെയ്തു. അപ്പോൾ നമ്മളിപ്പോൾ B2Bയിൽ നമ്മൾ ദുബായിലും ഖത്തറിലും സൗദിയിലും ഒക്കെ ആയിട്ട് നമുക്ക് കുറേ ക്ലയൻസ് ഉണ്ട്. പിന്നെ എനിക്ക് ഇന്ത്യയിൽ ഇപ്പോൾ 6.5 വർഷമായിട്ടുള്ള ഒരു ക്ലയൻറ്റ് ഒരു ട്രാൻസ്ഫോമർ മാനുഫാക്ചറിങ് കമ്പനിയാണ്. അപ്പോൾ അവർ എൻ്റെ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ഒരു കേസ് സ്റ്റഡിയാണ്. അവര് ട്രഡീഷണൽ ബിസിനസ്സാണ്. 6 വർഷം എന്ന് പറയുമ്പോൾ ഒരു ഞാൻ ഫ്രീലാൻസർ ആയിട്ടുള്ള കറക്റ്റ്. അപ്പോൾ ഒരു ഫ്രീലാൻസർ ആയിട്ടുള്ള സമയത്ത് ഞാനും എൻ്റെ ഇപ്പോൾ ഹെഡ് ഓഫ് SEO രോഹിത് എന്ന് പറഞ്ഞ ആള്, ഞങ്ങൾ രണ്ടുപേരും എടുത്ത ക്ലയന്റ് ആയിരുന്നു ഫ്രീലാൻസേഴ്സ് ആയിട്ട്. ഞങ്ങൾ അന്ന് ഒരു SEOന്റെ ഒരു കോഴ്സൊക്കെ പഠിച്ചിട്ട് എടുത്തൊരു ക്ലയന്റ് ആയിരുന്നു. പക്ഷെ ആ ക്ലയന്റിന്റെ ഒരു ഗ്രോത്ത് എന്ന് പറയുമ്പോൾ അവർ അന്നൊരു 18 ലക്ഷമൊക്കെയായിരുന്നു ഒരു മാസം അവരുടെ റവന്യൂ. അവർക്കൊരു സോഷ്യൽ മീഡിയ പേജ് ഇല്ല, ലിങ്ക്ഡിനിൽ പ്രോപ്പർ പേജ് ഒന്നുമില്ല. ഇന്നും ഞങ്ങൾ അവർക്ക് SEO അവരുടെ വെബ്സൈറ്റ്, ഞാൻ അവരുടെ വെബ്സൈറ്റ് വേർഡ്പ്രസ്സിൽ 6.5 വർഷം മുമ്പ് ഉണ്ടാക്കിയ വെബ്സൈറ്റാണ്. അതിന് മുമ്പ് അവർക്ക് ഒരു കസ്റ്റമർ വെബ്സൈറ്റ് ഉണ്ടായിരുന്നു. പക്ഷെ അതിങ്ങനെ നമ്മുടെ ഈ പണ്ടത്തെ ഈ എന്താ പറയാ, നമ്മുടെ ഈ ഒരു HTML പേജ് വെച്ചാൽ ഒരു പ്രസന്റേഷൻ പോലത്തെ ഒരു വെബ്സൈറ്റ് ആയിരുന്നു. അതൊക്കെ മാറ്റി ഒരു പ്രോപ്പർ സ്ട്രക്ചറിൽ ഒരു വെബ്സൈറ്റ് കൊടുന്നു. ആ വെബ്സൈറ്റ് ആണ് ഇന്നും അവർക്ക് ഒരു ഓൾമോസ്റ്റ് ഒരു 18 ലക്ഷത്തിന് ഒരു 8 കോടി ബിസിനസ്സാണ് ഒരു മാസം അവർ ചെയ്യണേ. ആൻഡ് ഇന്ന് നമ്മൾ ഇന്ത്യയിൽ മാത്രമല്ല, നമ്മുടെ പ്രൊഡക്ട്സും ഓർഡേഴ്സൊക്കെ നമുക്ക് പുറത്തുനിന്നും വരുന്നുണ്ട്. ബംഗ്ലാദേശ്, സൗദിയിൽ നമ്മൾ 2 പ്രോജക്ട്സ് ചെയ്തു. ദുബായിൽ നമുക്ക് കുറച്ച് എൻക്വയറീസ് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഇപ്പോൾ അതൊരു ഗ്ലോബൽ ബ്രാൻഡായിട്ട് നമ്മൾ ബിൽഡ് ചെയ്തു. അവരും ഒരു 8,000 സ്ക്വയർ ഫീറ്റ് ഓഫീസിലായിരുന്നു. ഇന്ന് അവർക്ക് ഒരു 34,000 34,000 സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു ഫാക്ടറി ഉണ്ട് അവർക്ക്. പക്ഷെ അതന്ന് ഉണ്ടായിരുന്നില്ല ഞങ്ങൾ തുടങ്ങുന്ന സമയത്ത്. അപ്പോൾ വെരി ഗ്രേറ്റ്ഫുൾ. ആ ക്ലയൻറ്റ് ഇന്ന് നമ്മൾ വിട്ട് പോയിട്ടില്ല. ഇന്നും SEOയിൽ നമ്മളുള്ള എല്ലാ കീവേഡ്സുകളും നമ്മളാണ്. ട്രാൻസ്ഫോമർ മാനുഫാക്ചർ അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ക്ലയൻ്റാണ് ഫസ്റ്റ് വരുള്ളൂ. അത് പിന്നെയും അതിലും കുറേ കോമ്പറ്റീഷൻ ഒക്കെ ഉണ്ടോ, ലൈക്ക് കുറേ ആൾക്കാർ വലിയ വലിയ കമ്പനീസൊക്കെ നമ്മൾ റീച്ച് ഔട്ട് ചെയ്തിട്ട് നിങ്ങൾ ഫസ്റ്റ് റാങ്ക് ചെയ്തത്. ഞാൻ പറഞ്ഞു അതെൻ്റെ ലെഗസി ക്ലയൻ്റ് ആണ്, ആ ക്ലയൻറ്റിൻ്റെ നീഷിൽ ഞാൻ വേറെ ആരും എടുക്കില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കട്ടയ്ക്ക് നമ്മൾ വർക്ക് ചെയ്യുന്ന ക്ലയൻ്റാണ്. ഓക്കെ. ഇപ്പോൾ നമ്മളൊരു ഇപ്പോൾ ഒരുപാട് ആൾക്കാർക്ക് ആഗ്രഹം ഉണ്ടാവും, ഇപ്പോൾ ജോബിന് വർക്ക് ചെയ്തുകൊണ്ട് നിന്നിട്ട് ഫ്രീലാൻസിങ്ങിലേക്ക് ഷിഫ്റ്റ് ചെയ്യണം, പിന്നെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളത്. ഇപ്പോൾ ജോബിൽ നിന്ന് ഈ ഫ്രീലാൻസിങ്ങിലേക്ക് എപ്പോഴായിരുന്നു ഷിഫ്റ്റ് ചെയ്തത്? ഞാൻ ആക്ച്വലി ജോബ് ചെയ്യണ സമയത്ത് എനിക്ക് ഫ്രീലാൻസിങ്ങും ഉണ്ടായിരുന്നു. ഞാൻ ഫ്രീലാൻസിങ് ശരിക്കും പറഞ്ഞാൽ തുടങ്ങുന്നത് 2019-ലാണ്. 2019-ലാണ് ഞാൻ ഫ്രീലാൻസിങ് തുടങ്ങുന്നത്. അപ്പോൾ 2019 ഞാൻ ഫ്രീലാൻസിങ് ആദ്യമായിട്ട് തുടങ്ങുന്നത് വെബ്സൈറ്റ് ഡെവലപ്മെന്റിലാണ്. വേർഡ്പ്രസ് ഡെവലപ്മെന്റ് ഓർ വേർഡ്പ്രസ് ഡെവലപ്പർ എന്നുള്ള ഒരു സാധനത്തിലാണ് ഞാൻ ഇത് തുടങ്ങണത്. തുടങ്ങി അത്യാവശ്യം എനിക്കൊരു റെഫറൻസ് എന്ന് പറയുമ്പോൾ എൻ്റെ പപ്പ എൻ്റെ ഒരു ദിവസം ഒരു മലയാളി സമാജനം ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു ഫേസ്ബുക്ക് ഗ്രൂപ്പിൽ. അതിൽ ആദ്യമായിട്ട് ആരോ ഒരു വെബ് ഡെവലപ്പർ നോക്കണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു മലയാളി, ചെന്നൈയിലത്തുള്ള ഒരു മലയാളി ഇങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടു. അപ്പോൾ എൻ്റെ പപ്പ എന്നോട് ഞാൻ അറിയാണ്ട് പോലും നമ്പർ കൊണ്ടുപോയി കിട്ടും അവിടെ. അതായിരുന്നു എൻ്റെ ആദ്യത്തെ ക്ലയൻറ്റ് എനിക്ക് കിട്ടിയത്. ആ കമ്പനി ഇന്നും, ഞാൻ ഉണ്ടാക്കിയ വെബ്സൈറ്റ് ഇന്നും ലൈവാണ്. അതൊരു HR കമ്പനി ആയിരുന്നു ചെന്നൈയിൽ. അവർക്ക് ഞാൻ 2 വെബ്സൈറ്റാണ് ഉണ്ടാക്കി കൊടുത്തത്. നല്ല ക്ലയൻറ്റ്, അടിപൊളി. ജയ് മേനോൻ എന്ന് പറഞ്ഞ ഒരു സാറായിരുന്നു അതിൻ്റെ ഒരു ക്ലയൻറ്റ് എനിക്ക്. ആളിപ്പോഴും ടച്ചിലൊക്കെ ഉണ്ട്. എൻ്റെ ഗ്രോത്തിനൊക്കെ ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള ഒരാളാണ്. എമിൽ നീ ഇത്രയും ഗ്രോ ആയി. അപ്പം അങ്ങനെയാണ് എൻ്റെ ഫ്രീലാൻസിങ് ജേർണി അവിടെ സ്റ്റാർട്ട് ആവുന്നത്. അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഒരു ലൈൻ ബൈ ലൈൻ ആയിട്ട് എനിക്ക് സാറിൻ്റെ സൈഡിൽ നിന്ന് റെക്കമെൻഡേഷൻസിൽ കുറേ ആൾക്കാർ ഇങ്ങനെ റീച്ച് ഔട്ട് ചെയ്തു. അപ്പം അങ്ങനെ ഞാൻ ഓൾമോസ്റ്റ് ഒരു 50-70 വേർഡ്പ്രസ് വെബ്സൈറ്റ്സ് ഇതുവരെയും ബിൽഡ് ചെയ്തിട്ടുണ്ട് ഈ ഒരു സ്പാൻ ഓഫ് മൈ ലൈഫ്. അപ്പോൾ അതിൻ്റെ നടുക്കിലാണ് പിന്നെ ഞാൻ പെർഫോമൻസ് മാർക്കറ്റിങ്ങിന് എനിക്ക് ഇൻട്രസ്റ്റ് കയറി വന്നപ്പോൾ അങ്ങനെ ഞാൻ പെർഫോമൻസ് മാർക്കറ്റിങ്ങും ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഞാൻ എൻ്റെ ജോലി ചെയ്യുന്ന സമയത്ത് തന്നെ ഫ്രീലാൻസിങ് വാസ് ഓൾവേസ് ഒരു ബാക്ക് എൻഡിൽ ഇങ്ങനെ ചിലപ്പോൾ 1-2 ക്ലയൻസിൻ്റെ വർക്കിങ്ങിന് എപ്പോഴും ബാക്ക് എൻഡിൽ നടക്കുമായിരുന്നു. സോ ഓഫീസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ ഫ്രീലാൻസിങ്ങിൻ്റെ വർക്ക് എടുക്കും. ബട്ട് ഞാൻ എപ്പോഴും ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ട്, അതായത് ജോലിയും ഫ്രീലാൻസിങ്ങും ഒരിക്കലും ഞാൻ മിക്സ് ചെയ്യാറുമില്ല. ജോലിൻ്റെ സമയത്ത് ഞാൻ ഒരിക്കലും എൻ്റെ ഫ്രീലാൻസിങ് വർക്ക് എടുക്കാറുമില്ല, ഫ്രീലാൻസിങ്ങിൻ്റെ സമയത്ത് ഞാൻ എൻ്റെ ജോലിയുടെ വർക്ക് എടുക്കാറില്ല. അതിന് എപ്പോഴും ഒരു ബൗണ്ടറി സെറ്റ് ചെയ്തു. പക്ഷേ യൂഷ്വലി അതിൽ കുറേ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. കുറേ ഫ്രീലാൻസേഴ്സ് ജോലി ചെയ്യുന്ന സമയത്ത് തന്നെ അവരുടെ ഫ്രീലാൻസിങ് കാര്യങ്ങളും നോക്കും. അപ്പോൾ അങ്ങനെ ഒരു ക്ലാഷ് വരും. പക്ഷെ ഞാൻ എൻ്റെ കാര്യത്തിൽ ഐ വാസ് വെരി ക്ലിയർ, ഇങ്ങനെ നമ്മളിത് ചെയ്യുകയാണെങ്കിൽ 2 സെപ്പറേറ്റ് ആയിട്ട് ചെയ്യാം. ക്ലയൻറ്റിനോട് ഞാൻ ക്ലിയർ ആയിട്ട് പറയാം, എനിക്ക് ഫുൾ ടൈം ജോബ് ഉണ്ട്, അപ്പോൾ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും എൻ്റെ ഒരു 7 മണി കഴിഞ്ഞ് ഞാൻ അവൈലബിൾ ആണ്. സോ ബട്ട് ഒരു നെഗറ്റീവ് സൈഡ് ഓഫ് ഫ്രീലാൻസിങ് പറയുകയാണെങ്കിൽ ഭയങ്കര വെരി ഡിഫിക്കൽട്ട് ഫേസ് ആയിരുന്നു. ബട്ട് അന്ന് എനിക്ക് കുറച്ച് ഫിനാൻഷ്യൽ കമ്മിറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട്
ഞാൻ എൻ്റെ ജോലിയും നോക്കേണ്ടി വന്നു. എനിക്ക് ഫ്രീലാൻസിങ്ങിന് കുറച്ച് എക്സ്ട്രാ ഇൻകം വരുമ്പോൾ ഞാൻ അത് വീട്ടിലേക്ക് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് ഫിനാൻഷ്യൽ കൺസ്ട്രെയിൻസ് ഒക്കെ ഉണ്ടാകും. അപ്പം ഫ്രീലാൻസിങ് ഇസ് വാട്ട് എനിക്ക് കുറച്ചുകൂടി എൻ്റെ ലൈഫും കാര്യങ്ങളൊക്കെ ഒന്നുകൂടി ഒന്ന് സ്മൂത്തറും. ഇന്നിപ്പോൾ ഇവിടെ ഡയനെറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ആ ഫ്രീലാൻസിങ് തുടങ്ങിയത് കൊണ്ടാണ് ഇത്. അപ്പം എൻ്റെ ഇന്നിപ്പോൾ ഡേ നെറ്റ്വർക്കിൻ്റെ കോർ വാട്സാപ്പ് ഗ്രൂപ്പ് എടുത്തു കഴിഞ്ഞാൽ ആ ഗ്രൂപ്പായിരുന്നു ഞാനും ഞാൻ പറഞ്ഞില്ല എൻ്റെ ട്രാൻസ്ഫോമർ മാനുഫാക്ചറിങ് കമ്പനി. അപ്പം ഞാനും രോഹിത്തും കൂടിയും തുടങ്ങിയ ഗ്രൂപ്പായിരുന്നു. ആ ഗ്രൂപ്പാണ് ഇന്ന് ഡേ നെറ്റ്വർക്കിന്റെ പേരിലുള്ള. അപ്പൊ അതിന്റെ ഇത് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ താഴെ കാണാം ജൂലൈ എനിക്കൊരു 2020 തുടങ്ങിയ ഗ്രൂപ്പാണ്. ആ ഗ്രൂപ്പാണ് ഇന്ന് ഇത്രയും കുറെ ആൾക്കാരൊക്കെ വന്നു പോയി. നമ്മള് ഇത് കോവിഡ് ടൈമിലാണ് ശരിക്കും നമ്മൾ ഇത് ചെയ്തത്. അപ്പം ഐ ഓൾവേസ് യൂസ് ടു ഹാവ് എ ബൗണ്ടറി ബിറ്റ്വീൻ മൈ വർക്ക് ആൻഡ് മൈ ഫ്രീലാൻസിങ് തിങ്. ബട്ട് അതിൻ്റെതായ നെഗറ്റീവ് സൈഡ്സ് ഉണ്ട്. ഞാൻ 2 മണിയൊക്കെ കയറുന്ന രാത്രി പണിയെടുക്കും. അതിപ്പോൾ എനിക്കൊരു ശീലമായി. ഇന്നിപ്പോൾ എനിക്ക് 1 മണി കഴിയാണ്ടോ 2 മണി കഴിയാണ്ട് എനിക്ക് ഉറക്കം വരില്ല. അത് ആ കാലാകാലമായിട്ട് ഞാൻ അതങ്ങനെ ശീലിച്ചത് കൊണ്ട് ദാറ്റ് ഈസ് വൺ ഡൗൺ സൈഡ്. ഫ്രീലാൻസിങ് ചെയ്യുമ്പോഴുള്ളൊരു ഡൗൺ സൈഡ് അതാണ്. നമ്മളറിയാണ്ട് തന്നെ നമ്മൾ ആ ഒരു പിറ്റിലേക്ക് വീണു പോകും. അതൊരു ഹരവും, റൈറ്റ്? ഫ്രീലാൻസിങ് നമ്മുടെ യൂഷ്വൽ ജോബ് ചെയ്യുമ്പോൾ അത് വിട്ടിട്ട് നമ്മളൊരു ഫ്രീലാൻസിങ് സാധനം ചെയ്യുമ്പോൾ യുവർ ഇൻകം ഓട്ടോമാറ്റിക്കലി കൂടെ നോക്കും. പക്ഷെ അത് ചിലവർക്ക് അതൊരു ഹരമായിട്ട് മാറും, റൈറ്റ്? അത് എനിക്കൊരു ഹരമായിരുന്നു, റൈറ്റ്? ഇതിന്ന് കുറെ ബിക്കോസ് എനിക്ക് അവിടെ ഒരു നീഡ് ഉണ്ടായിരുന്നു, ഫിനാൻഷ്യൽ നീഡ് എന്ന് പറഞ്ഞ സാധനം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയായിരുന്നു എൻ്റെ ഒരു ഫ്രീലാൻസിങ്. ബട്ട് ഇപ്പം അത് സ്ട്രീം ലൈൻ ആയി, സോർട്ടഡ് ആയി. ഇപ്പം എനിക്ക് ടീമുണ്ട്. ബട്ട് ഡേ നെറ്റ്വർക്ക് ഞാൻ പറയുകയാണെങ്കിലും ഫ്രീലാൻസറിന്ന് ഞാനൊരു ഏജൻസി ആയിട്ട് മാറിയതാന്നുള്ളത്. ബട്ട് ട്രാൻസിഷൻ വാസ് ഓൾസോ എന്താ പറയുക, ഭയങ്കര ഡിഫറെൻ്റ് ആയിരുന്നു. നമ്മളൊരു ഫ്രീലാൻസറായിട്ട് വർക്ക് ചെയ്യുമ്പോഴുള്ള ഒരു സാധനമല്ല നമുക്ക് ഈ ഏജൻസി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ. ബിക്കോസ് ഫ്രീലാൻസർ ആകുമ്പോൾ നമുക്ക് കുറേ കൂടി കൺട്രോൾ ഉണ്ട് ഓഫ് നമ്മൾ എന്താ ചെയ്യണം. അപ്പം ടീമിൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ നമ്മൾ ആ ടീമിന് അതിനനുസരിച്ച് നമുക്ക് ട്രെയിനും കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്തിട്ട് നമ്മൾ എങ്ങനെയാണോ ഹാൻഡിൽ ചെയ്യണേ അതങ്ങനെ തന്നെ നമുക്ക് കൊണ്ടുപോകാനും പറ്റും. അതാണ് യൂഷ്വലി ഞാൻ കണ്ടിട്ടുള്ള പ്രോബ്ലംസ്. അതാണ്. അതായത് ഫ്രീലാൻസേഴ്സ് ഉണ്ടാവും, അവർ പെട്ടെന്ന് ഏജൻസി തുടങ്ങും, പക്ഷെ കുറച്ച് കഴിയുമ്പോഴേക്കും പൊട്ടി പാളിസ് ആവും. അതൊക്കെ ഞാൻ ലൈവായിട്ട് കണ്ടിട്ടുള്ള ഒരു സിനാരിയോസ് ഉണ്ട്. എൻ്റെ ഫ്രണ്ട്സ് തന്നെ ഉള്ള കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ ഫ്രീലാൻസിങ് ഗുഡ് സൈഡും ഉണ്ട്, അതിൻ്റെ ബാഡ് സൈഡും സംഭവം ഉണ്ട്. ഓക്കെ, ഫ്രീലാൻസിങ് ചെയ്തിട്ട് ഈ ഏജൻസിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നുണ്ടോ? അപ്പോൾ ഇനി വരുന്ന ആൾക്കാർക്ക് എന്തായിരിക്കും അത്? ഞാൻ പറയാ, എപ്പോഴാണ് നിങ്ങൾ ഫ്രീലാൻസിലേക്ക് കടക്കേണ്ടത്? ലൈക്ക് ഓർ ലെറ്റ്സ് നിങ്ങളൊരു ജോലി ഡിപ്പെൻഡ് അല്ലാണ്ട് എനിക്ക് ഫുൾ ടൈം ഫ്രീലാൻസിങ് പോകണമെന്ന് ഞാൻ പറയണത് ഇസ് വെൻ നിങ്ങളുടെ ജോലി എന്ത് സാലറി ആണോ തരണേ, ആ സാലറി നിങ്ങൾക്ക് എന്നാണോ ഫ്രീലാൻസിങ്ങിൽ നിങ്ങളുടെ എക്സിസ്റ്റിംഗ് സാലറിനേക്കാളും കൂടുതൽ എമൗണ്ട് വരണേ, അന്ന് നിങ്ങൾക്ക് അത് ഫ്രീലാൻസിങ് ഫുൾ ടൈം ആയിട്ട് മാറാം. അത് വരിക്കും റിസ്ക് എടുക്കരുതെന്നാണ് ഞാൻ പറയുള്ളൂ, റൈറ്റ്? ബിക്കോസ് എൻ്റെ തന്നെ കുറേ ഫ്രണ്ട്സ് ജോലി ടോക്സിക് ആണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്, ആ മാനേജർ ഇങ്ങനെ പറഞ്ഞു, ഞാൻ എന്തിനാ അവനക്ക് ഇതൊക്കെ യൂഷ്വലി ഒരു ടീം മെമ്പർ ഒരു ജോലിയിലുള്ള സമയത്ത് ഫേസ് ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ട്, റൈറ്റ്? അപ്പം ഞാൻ പറയാം, ഫ്രീലാൻസിലേക്ക് മാറണമെന്നുണ്ടെങ്കിൽ എന്നാണോ നിങ്ങൾക്ക് നിങ്ങളുടെ ജോലിയുടെ ശമ്പളത്തിനേക്കാളും നിങ്ങൾക്ക് എന്നാണോ കൂടുതൽ പൈസ ഫ്രീലാൻസിങ് ത്രൂ കിട്ടണത്, അത് അന്ന് യു ക്യാൻ ടേക്ക് എ ഡിസിഷൻ. ബട്ട് അറ്റ് ദ സെയിം ടൈം നമ്മൾ ഈ ജോലിൻ്റെ സാധനം മാറിയിട്ട് നമ്മൾ ഫ്രീലാൻസിംഗിലേക്ക് അതായത് ജോലി ചെയ്യുന്ന സമയത്ത് തന്നെ ഫ്രീലാൻസിംഗിലേക്ക് ഫോക്കസ് ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു ഇംബാലൻസ് വരാൻ തുടങ്ങും, റൈറ്റ്? ഇവിടെ ഫണ്ട് കൂടുതൽ വരാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇതിലേക്ക് പോകുമ്പോൾ ജോലി അഫക്റ്റ് ആവും, റൈറ്റ്? പിന്നെ ഞാനൊരു അഡ്വൈസ് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഡോണ്ട് ബി ഗ്രീഡി വിത്ത് മണി. അത് എപ്പോഴും ഒരു ബാഡ് സൈഡിലേക്കാണ് നമ്മൾ എപ്പോഴും കൊണ്ടുപോകും. ഞാൻ പേഴ്സണലി ഫേസ് ചെയ്തൊരു കാര്യമാണ്. ബിക്കോസ് എനിക്കൊരു ഫിനാൻഷ്യൽ കമ്മിറ്റ്മെന്റ് ഒരു ഇഷ്യൂ വന്ന സമയത്ത് ഞാൻ പെട്ടെന്ന് പൈസയോടൊരു ആക്രാന്തം ഭയങ്കരമായിട്ട് കയറി വന്നു. അത് കയറി വന്നപ്പോൾ ഞാൻ അതിൽ കൂടെ പോയപ്പോൾ പിന്നെയാണ് മനസ്സിലായത് തെറ്റായിട്ടുള്ളൊരു വഴിയായിരുന്നു, ഞാൻ അതിലേക്ക് പോകാൻ പാടില്ലായിരുന്നു എന്നുള്ളൊരു ഫീലിംഗ് വന്നു. ബിക്കോസ് അത് പോയ കാരണം ഐ ഹാഡ് ടു കുറേ സാധനം നഷ്ടപ്പെട്ടു പോയി എനിക്ക്. ഫ്രണ്ട്സ്, റിലേഷൻഷിപ്സ്, പിന്നെ എന്താ പറയുക, ക്ലയൻറ്റ്സ്, നെഗറ്റീവ് ഫീഡ്ബാക്കും കാര്യങ്ങളൊക്കെ. ഇതിൻ്റെ ഏർലി സ്റ്റേജ് കരിയറിലൊക്കെ ഇത് എനിക്ക് ഭയങ്കര പ്രഷർ കൂടി, എന്താ പറയുക, ഞാനൊരു ഡിപ്രഷൻ സ്റ്റേജിലേക്ക് പോകേണ്ട ഒരു സ്റ്റേജിലേക്ക് വന്നു. അന്നാണ് ഞാനൊരു ഡിസിഷൻ എടുത്തത്, നമ്മൾ പൈസയോട് ആക്രാന്തം കാണിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് എന്താ പറയുക പൊട്ടയായിട്ട് പോകും, ഓർ ഇറ്റ് വിൽ ബി ഇൻ എ വെരി ബാഡ് സ്റ്റേറ്റ്. ബട്ട് നല്ല ജോലി ചെയ്യുകയാണെങ്കിൽ, നല്ല വർക്ക് ചെയ്യുകയാണെങ്കിൽ മണി വിൽ ഓട്ടോമാറ്റിക്കലി ഫോളോ എന്നുള്ള ഒരു കോൺസെപ്റ്റിലാണ് ഞാൻ പിന്നെ എൻ്റെ കരിയർ ടോട്ടലി ചേഞ്ച് ആയത് അപ്പോഴായിരുന്നു, റൈറ്റ്? ഞാൻ ഈ കോർപ്പറേറ്റ് സെക്ടർ വിട്ട സമയത്ത് ഞാൻ ആലോചിച്ചത് നമുക്ക് ഫ്രീലാൻസിൽ, പക്ഷെ അന്ന് എനിക്ക് എൻ്റെ ജോലിയിൽ എനിക്ക് അന്ന് 1 ലക്ഷം ശമ്പളം കിട്ടണമെന്നതിൻ്റെ അളവ് എനിക്ക് ഫ്രീലാൻസിങ്ങിൽ എനിക്ക് പൈസ ഉണ്ടായിരുന്നില്ല. ബട്ട് അന്ന്
ഐ എം ഗ്ലാഡ് ദാറ്റ് ഐ ഡിഡ്ന്റ് ടേക്ക് ദ ഡിസിഷൻ. ബിക്കോസ് അന്ന് എങ്ങനെ എടുത്തായിരുന്നെങ്കിൽ ഞാനത് എനിക്ക് തോന്നുന്നു ഞാനൊരു ബാഡ് ഫേസിലേക്ക് തന്നെ പോയിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു ഫീലിംഗ്. ഇന്നും ഞാൻ അങ്ങനെ തന്നെ വെച്ചിട്ടുണ്ട്. ബട്ട് അത് ഇല്ലാണ്ട് ഞാനൊരു ഏജൻസി മോഡലിലേക്ക് പോയി ആ കമ്പനി ഞാൻ ഫുൾ ടൈം ആയിട്ട് സ്കെയിൽ ചെയ്യാൻ നോക്കി. സ്കെയിലായി, നല്ല ക്ലയൻസ് ആയിട്ട് വർക്ക് ചെയ്തു. അങ്ങനെ പിന്നെ ഫ്രീലാൻസിങ് അഗെയിൻ ഇറ്റ് സ്റ്റാർട്ടഡ് ഓഫ്. സോ യാ, അതാണ് എൻ്റെ ഒരു ട്രാൻസിഷനും ഓർ ഐ വുഡ് സേ ഇപ്പോൾ ആരെങ്കിലും ഫ്രീലാൻസിന് കിടക്കുകയാണെങ്കിൽ ഇതൊക്കെ നോക്കി കണ്ടിട്ട് വേണം പോവാൻ, റാദർ ദാൻ എനിക്ക് ഫ്രീലാൻസർ ആവണം. സി, ഡോണ്ട് കമ്പയർ യുവർ സെൽഫ് വിത്ത് അതേഴ്സ്. ബിക്കോസ് ഓരോരുത്തർക്കും അവരുടെ സ്കില്ലും കേപ്പബിലിറ്റി പൊട്ടൻഷ്യൽ ഒക്കെ ഡിഫറെൻ്റ് ആണ്. സോ നമ്മൾ വേറൊരാൾ ചെയ്യേണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മളും അതിലേക്ക് കടക്കാൻ നോക്കി കഴിഞ്ഞാൽ ദാറ്റ്സ് ദ റോങ് വേ ഓഫ് ഡൂയിങ്. നമുക്ക് കോൺഫിഡൻ്റ് ആണ്, നമുക്ക് അതിൽ ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രം ഫ്രീലാൻസ് ഇറങ്ങിയാൽ മതി. ഓർ യു ഡു എ ജോബ് ഓൺലി, അല്ലെങ്കിൽ ജോബ് ചെയ്താൽ മതി. അതിൽ നിന്ന് യു ക്യാൻ ഡു എ ലോട്ട് ഓഫ് തിങ്സ്. ബിസിനസ്സിലേക്ക് ഇറങ്ങുമ്പോഴും ആ റിസ്ക് മൈൻഡ് സെറ്റ് എപ്പോഴും കുറേ ഉണ്ടല്ലോ. ലൈക്ക് ബിക്കോസ് ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങുമ്പോൾ ഇപ്പോൾ ലെറ്റ്സ് സേ നമ്മളൊരു ഫ്രീലാൻസർ ആണെങ്കിൽ പിന്നെ ഓക്കെയാണ്. പക്ഷെ നമ്മളൊരു കമ്പനിയൊക്കെ തുടങ്ങുകയാണെങ്കിൽ ദർ ഈസ് എ ലോട്ട് ഓഫ് തിങ്സ്. സെയിൽസ് ഉണ്ട്, ഫിനാൻസ് ഉണ്ട്, HR ഉണ്ട്, പീപ്പിൾ മാനേജ്മെന്റ് ഉണ്ട്, ക്ലയന്റ് മാനേജ്മെന്റ് ഉണ്ട്, റിസൾട്ട് ഉണ്ട്. ഇത് കുറേ സാധനങ്ങളാണ്. അപ്പം ഇതെല്ലാം കൂടിയിട്ട് ചിലപ്പോൾ എല്ലാവർക്കും താങ്ങൂല. അതെ, റൈറ്റ്. ചില സമയത്തൊക്കെ എനിക്ക് തന്നെ സിറ്റുവേഷൻസ് ഒക്കെ വന്നിട്ടുണ്ട്. ഞാൻ എന്തിനും ഇതൊക്കെ ചെയ്യണേ. ബട്ട് ദെൻ ഐ ഓൾവേസ് തിങ്ക്, ഞാൻ എന്തുകൊണ്ടാണ് ഡയർ നെറ്റ്വർക്ക് സ്റ്റാർട്ട് ചെയ്തത്? വാട്ട് ഈസ് ദ ഇമ്പാക്ട് ദാറ്റ് ഐ വാണ്ട് ടു ക്രിയേറ്റ് വിത്ത് ദ കമ്പനി, വിത്ത് മൈ ടീം, ഫോർ ദ ക്ലയൻറ്റ്സ്. അപ്പോൾ അത് എൻ്റെ മൈൻഡിൽ എപ്പോഴും ഇങ്ങനെ റണ്ണിങ് ആയതുകൊണ്ട് ഇനീഷ്യൽ ഡേയ്സൊക്കെ എനിക്ക് ഉണ്ടോ, ലൈക്ക് കമ്പനി തുടങ്ങിയ സമയത്തൊക്കെ ഞാൻ ആദ്യമായിട്ട് ഒരു കമ്പനി സ്വന്തമായിട്ട് തുടങ്ങുമ്പോൾ ഞാനിങ്ങനെ കമ്പനി എങ്ങനെ തുടങ്ങുക എന്ന് പറഞ്ഞിട്ട് പഠിച്ചിട്ടല്ല വന്നത്. ഐ എം നോട്ട് ഫ്രം എ ബിസിനസ് ബാക്ക്ഗ്രൗണ്ട്. എൻ്റെ പപ്പയാണെങ്കിലും ശരി, മമ്മിയാണെങ്കിലും ശരി, ഓൾ വർ വർക്കിംഗ് പ്രൊഫഷണൽസ് ഓൺലി. ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ബട്ട് ദെൻ ഞങ്ങളുടെ ഫാമിലിയിൽ ബിസിനസ് ഇസ് നോട്ട് എന്താ പറയുക, ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു സാധനം അല്ല ഇതുവരെയ്ക്കും. ഓക്കെ, എൻ്റെ പപ്പ ബിസിനസ്സിലൊക്കെ ഉണ്ടായിരുന്നു. ബട്ട് നമുക്ക് കുറേ ലോസസും കാണാം. അപ്പം എൻ്റെ പേരൻസ് എപ്പോഴും അഗെയിൻസ്റ്റ് ആയിരുന്നു. ഞാൻ ബിസിനസ് തുടങ്ങുക എന്ന് പറയുന്ന സാധനത്തിൽ എപ്പോഴും അഗെയിൻസ്റ്റ് ആയിരുന്നു. ബട്ട് യാ, ഇന്ന് ടച്ച് വുഡ്, ഗോഡ്സ് ഗ്രേസ് ഇതെല്ലാം ഇങ്ങനെ നന്നായിട്ട് പോകുന്നുണ്ട്. സോ യാ, നമുക്കിപ്പോൾ ഒരു പലർക്കും ഉള്ള ഒരു ഡൗട്ടാണ്, ഈ പുതുതായിട്ട് ഏജൻസിയൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ നിൽക്കുന്ന ആൾക്കാർക്ക് എങ്ങനെ ഒരു ക്ലയൻറ്റിനെ പ്രോപ്പറായിട്ട് ഓൺബോർഡ് ചെയ്യണം. അത് സർവീസ് ബേസ്ഡ് ക്ലയൻറ്റും ഉണ്ട്, ഇ കൊമേഴ്സ് ക്ലയൻറ്റ് ഉണ്ട്. അപ്പം രണ്ട് രീതിയിലാണ്. രണ്ട് രീതിയാണ്. അപ്പം ഞങ്ങൾക്കൊക്കെ ക്ലയൻറ്റ് ഓൺ ബോർഡിംഗ് എന്ന് പറയുമ്പോൾ ആദ്യം നമ്മളൊരു ലീഡ് നമുക്ക് വന്നു കഴിഞ്ഞാൽ നമ്മളൊരു ബേസിക് ബാക്ക്ഗ്രൗണ്ട് ചെക്ക് നമ്മൾ ക്ലയൻറ്റിന് ചെയ്യും. അപ്പം ഞങ്ങൾ ഇതിനേക്കാളും ഒരു മുമ്പുള്ള ഒരു ഫസ്റ്റ് പ്രോസസ്സ് എന്ന് പറയുന്നത്, ഞാൻ കമ്പനി തുടങ്ങിയ സമയത്ത് ഞാൻ വെരി ക്ലിയർ ആയിരുന്നു എനിക്ക് ആരായിട്ട് വർക്ക് ചെയ്യണം എന്നുള്ളത്. അപ്പം ഐ വാസ് വെരി ക്ലിയർ ദാറ്റ് എനിക്ക് ഇ കോമേഴ്സ്, B2B കമ്പനീസ്, B2Bയിൽ ഐ വാസ് വെരി ക്ലിയർ ദാറ്റ് എനിക്ക് ഒന്നല്ലെങ്കിൽ ഈ പ്രൊഡക്റ്റ് ബേസ്ഡ് കമ്പനി, ബിക്കോസ് ഞാൻ സാസിൽ ഉണ്ടായതുകൊണ്ട് ഒന്നല്ലെങ്കിൽ പ്രൊഡക്റ്റ് ബേസ്ഡ് കമ്പനീസ് ആയിട്ട് വർക്ക് ചെയ്യുക, അല്ലെങ്കിൽ മാനുഫാക്ചറിങ് കമ്പനീസ് ആയിട്ട് വർക്ക് ചെയ്യുക. ബിക്കോസ് ഇവിടേക്കായിരുന്നു എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നത്. അപ്പം ഞാൻ കമ്പനി തുടങ്ങിയപ്പോൾ ഐ വാസ് വെരി ക്ലിയർ ദാറ്റ് എനിക്ക് വർക്ക് ചെയ്യാൻ താല്പര്യമുള്ള ക്ലയൻസ്, എനിക്ക് എവിടെയാണോ നോളജ് കൂടുതലുള്ളത്, ആൻഡ് ഐ എം വെരി കോൺഫിഡൻറ്റ് ഈ ക്ലയൻറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇന്ന കാര്യങ്ങൾ ചെയ്ത് സ്കെയിൽ ചെയ്യാൻ പറ്റുന്നുള്ള കോൺഫിഡൻസ് ഉള്ള സെക്ടേഴ്സിൽ മാത്രം പോയാൽ മതി. ഇപ്പോൾ ഹെൽത്ത് കെയർ ആണെങ്കിൽ എനിക്ക് ഐഡിയ ഇല്ല. ഐ ഡോണ്ട് വാണ്ട് വർക്ക് ഇൻ ഹെൽത്ത്. ഇപ്പോൾ എഡ്യൂക്കേഷൻ ആണെങ്കിൽ എനിക്ക് താല്പര്യമുള്ളതൊരു ഇൻഡസ്ട്രിയാണ്, ബിക്കോസ് അതിൽ കുറേ നെറ്റിഗ്രിറ്റീസ് ഉണ്ട്. അപ്പം ഞാൻ ആലോചിച്ചത് എൻ്റെ ICP, സോ ഐഡിയൽ കസ്റ്റമർ പ്രൊഫൈൽ എന്നൊരു സാധനമുണ്ട്. അത് ഞാൻ ഓൾറെഡി ഒരു പേപ്പറിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ ടീമിനോട് പറഞ്ഞു, നമ്മൾ ഈ ക്ലയൻസ് അല്ലാണ്ട് നമ്മൾ വേറെ ഒരു ക്ലയൻസിന് എടുക്കുക. അപ്പോൾ അത് തന്നെയാണ് നമ്മൾ ഇന്നും ഫോളോ ചെയ്യണം. നമുക്ക് ഇപ്പോൾ ഈ 1.5 വർഷമായിട്ടും നമ്മൾ ആ ICP മാറിയിട്ടേ ഇല്ല, റൈറ്റ്. അത് കാരണം ഞങ്ങൾക്ക് ആ ഒരു ICP ഉണ്ടായതുകൊണ്ട് ഞങ്ങളുടെ ക്ലയൻറ്റ് ക്വാളിറ്റി ഗുഡാണ്. നമ്മൾ എടുക്കുന്ന ക്ലയൻസ്, ബിക്കോസ് നമുക്ക് വെരി ഗുഡ് ക്ലാരിറ്റി ഉണ്ട്. ഓക്കെ, ഇപ്പോൾ ഒരു ഇ കോമേഴ്സ് ബ്രാൻഡ് വരികയാണെങ്കിൽ ആ ഇ കോമേഴ്സിൽ നമ്മൾ സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പാരൽസ് വേണോ, ഫുട്വെയർ വേണോ, ജ്വല്ലറി വേണോ, അങ്ങനെ ഇൻ ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു സാധനമാണ് നമ്മൾ ഉണ്ടാക്കി വെച്ചത്. സോ ദാറ്റ് ഇസ് സംതിങ് ഐ തിങ്ക് എവറിബഡി ഷുഡ് ഡു, റൈറ്റ്. അപ്പം അതുണ്ടായത് കൊണ്ട് നമ്മൾ വെരി ക്ലിയർ ആണ്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ എങ്ങനെ ICP നമ്മൾ ട്വീക്ക് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി ഇപ്പോൾ നമ്മളൊരു ഇ കോമേഴ്സ് ബ്രാൻഡ് വരികയാണെങ്കിൽ മിനിമം 5 to 7 lakhs റവന്യൂ ഉള്ള ക്ലയൻസിന് മാത്രമേ നമ്മൾ എടുക്കുകയുള്ളൂ, റൈറ്റ്. അതെന്തുകൊണ്ടെന്ന് പറയാം, ബിക്കോസ് നമ്മൾ സ്ക്രാച്ച് ഒരു ഇ കോമേഴ്സ് ബ്രാൻഡ് എടുക്കുന്ന സമയത്ത് അവർക്ക് വേണ്ടിയിട്ടുള്ള മാർക്കറ്റിംഗ് അസറ്റ്സോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. ഓക്കെ, ആൻഡ് ഇവർ ചിലപ്പോൾ അതും ഫൗണ്ടേഴ്സ് ചെയ്യുന്ന ഒരു ബിഗ് മിസ്റ്റേക്ക് ആണ്. അപ്പോൾ ആ മിസ്റ്റേക്സ് ഒക്കെ എനിക്ക് അറിയാം, ബിക്കോസ് ഞാൻ കുറേ ഇ കോമേഴ്സ് ബ്രാൻഡ്സിൽ വർക്ക് ചെയ്തത് കൊണ്ട് ആ ക്ലാരിറ്റി ഉണ്ട്. അപ്പോൾ ഒരു സ്ക്രാച്ച് നിന്ന് തുടങ്ങുന്ന ബ്രാൻഡിന് മാർക്കറ്റിംഗ് അസറ്റ്സ് ഉണ്ടാവില്ല, അതിനൊരു വീഡിയോസ് ഉണ്ടാവില്ല, UGC കോണ്ടന്റ്സ് ഉണ്ടാവില്ല. ആൻഡ് ഇതിൽ മിസ്റ്റേക്ക് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫൗണ്ടേഴ്സ് എന്ത് ചെയ്യും, ഫൗണ്ടേഴ്സ് മാർക്കറ്റിങ്ങിനെ പറ്റി ചിന്തിക്കുകയില്ല. ഓക്കെ, അവർ പ്രൊഡക്റ്റ് എൻ്റെ വെബ്സൈറ്റ് ഗുഡ് ആയിരിക്കണം, ഇതാണ് അടിപൊളിയാണ്, അത്രേ ഉള്ളൂ. ഇതാണ് അവർ ചിന്തയുള്ളൂ. പക്ഷെ ഇത് മാർക്കറ്റ് ചെയ്യണമെങ്കിൽ അതിനൊരു ഡെഡിക്കേറ്റഡ് ബഡ്ജറ്റ് അവിടെ വേണം. ആ ബഡ്ജറ്റ് ഇല്ലാണ്ട് ഒരു കാര്യമില്ല, റൈറ്റ്. കറക്റ്റ് തന്നെയാണ്. നമുക്ക് എത്ര നല്ല പ്രൊഡക്റ്റ് ആണെന്നുണ്ടെങ്കിലും മാർക്കറ്റിംഗ് ഇല്ലാന്നുണ്ടെങ്കിൽ
ഇവർ ഈ ബിസിനസ് പ്ലാൻ ചെയ്യുന്ന സമയത്ത് പ്രൊഡക്റ്റിന് വേണ്ടിയിട്ട് ഒരു കണ്ടമാനം പൈസ ചെലവ് ചെയ്തിട്ടുണ്ടാവും. അതിന്റെ പാക്കേജിങ്, അതിന്റെ ലേബിളിങ്, അതിന്റെ ബോട്ടിൽ, ഓർ ഇനി അത് പാക്കറ്റ് ആണെങ്കിൽ പാക്കറ്റ്, ഇനി അപ്പാരൽസ് ആണെങ്കിൽ അതിന്റെ മെറ്റീരിയൽസ്, അതിന്റെ ത്രെഡ്, ഇതിനൊക്കെ അവർ പൈസ ചെലവ് ചെയ്യും. പക്ഷെ മാർക്കറ്റിംഗിന്റെ സമയത്ത് വരുന്ന സമയത്ത് അവർ പറയും, ഓ ഞങ്ങൾക്ക് ഇത്ര മാർക്കറ്റിംഗ് ബഡ്ജറ്റ് ഇല്ല. ഇപ്പൊ ലെറ്റ്സ് ഒരു അപ്പാരൽ ബ്രാൻഡ് എന്ന് പറയാം, ഇവർ ലെറ്റ്സ് 10-15 ലക്ഷത്തിൽ പൊട്ടിച്ചിരുന്നിരിക്കുക. മാർക്കറ്റിംഗ് പറയും ഞങ്ങൾക്ക് ഒരു മാസം 50,000 രൂപ ചെലവ് ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ പറഞ്ഞു, നിങ്ങൾ ഇത്രയും പൈസ മുടക്കിയപ്പോൾ എന്തുകൊണ്ടാണ് നിങ്ങൾ മാർക്കറ്റിങ്ങിന് മാത്രം ഇത്രയും പൈസ ചെറിയതായിട്ട് വെക്കണം? ബിക്കോസ് ഇന്നത്തെ കാലത്ത് ഇപ്പം ഈ ആൻഡ്രോയിഡ് അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ വന്നത് പിന്നെ കുറേയും കൂടി ക്രിയേറ്റീവ്സിലാണ് നമ്മൾ വർക്ക് ചെയ്യേണ്ടത്. ക്രിയേറ്റീവ്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ യു വിൽ ഹാവ് ടു സ്പെൻഡ്. ആ സ്പെൻഡ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് മോഡലിനെ സോഴ്സ് ചെയ്യണം, ഒരു പ്രൊഡക്ഷൻ ടീമിനെ വിളിക്കണം, ഒരു സ്ക്രിപ്റ്റിങ്ങിന് ഒരു ടീം വേണം, ഇത് ഷൂട്ട് ചെയ്യാൻ ഒരു സെറ്റ് ഓഫ് ആൾക്കാർ, ഇതിട്ട് എഡിറ്റ് ചെയ്യണം. ഇതിനൊക്കെ എക്സ്പെൻസസ് ഉണ്ട്. ആരും ഫ്രീ ആയിട്ട് ചെയ്തു തരില്ല. റൈറ്റ്? വെൻ യു ആർ അപ്രോച്ചിങ് എൻ ഏജൻസി ഓൾസോ, നിങ്ങളൊരു മിനിമം 2 to 3 lakhs ബഡ്ജറ്റ് കയ്യിൽ മന്ത്ലി ഇല്ലാണ്ട് നിങ്ങൾ ഒരിക്കലും ഒരു ഏജൻസി അടുത്തേക്ക് പോകാനേ പാടില്ല. റൈറ്റ്? ഓർ നിങ്ങളത് ഇന്റേണലി ചെയ്യാൻ നോക്കണം. റൈറ്റ്? അപ്പം ഞാൻ എന്തുകൊണ്ടാണ് 5 to 7 lakhs എന്നുള്ളൊരു ക്യാപ്പ് വെച്ചെന്ന് വെച്ചാൽ, ലെറ്റ്സ് സേ ഒരു 5 to 7 lakhs മിനിമം ഒരു ക്ലയന്റിന് റവന്യൂ ഒരു മാസം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ 2 കാര്യങ്ങളാണ് നമുക്ക് അസ്യൂം ചെയ്യാൻ പറ്റുക. ഒന്ന്, അവർക്ക് നല്ലൊരു പ്രൊഡക്റ്റ് മാർക്കറ്റ് ഫിറ്റ് ഉണ്ട് ആ പർട്ടിക്കുലർ പ്രൊഡക്റ്റിന്, അല്ലെങ്കിൽ ആ ബ്രാൻഡ് ഒരിക്കലും ഒരു 5 to 7 lakhs സ്കെയിലേക്ക് വരില്ല. ഓക്കെ, ആ 5 to 7 lakhs എത്ര ടൈം സ്കെയിലാണ് വന്നതെന്നുള്ളത് ഞാൻ ചെക്ക് ചെയ്യും. അത് 2 months ആണോ, 3 months ആണോ, അല്ലെങ്കിൽ 1 year എടുത്തിട്ടാണോ ഒരു 5 to 7 lakhs വന്നെങ്കിൽ അപ്പൊ എനിക്ക് അവിടെ ഒരു സ്പ്ലിറ്റ് ഉണ്ട്. ഓക്കെ, 1 year എടുത്തിട്ടാണ് ഒരു 5 to 7 lakhsലേക്ക് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ദാറ്റ് മീൻസ് എന്തൊക്കെയോ സ്ട്രഗിൾ ആ പ്രൊഡക്റ്റിലുണ്ട്, അടിച്ച് പിടിച്ചിട്ടൊക്കെയാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. ബട്ട് ലെറ്റ്സ് സേ ഇപ്പോൾ 3-4 months തന്നെ ആ പ്രൊഡക്റ്റ് 5 to 7 lakhs സ്കെയിൽ ആയിട്ടെങ്കിൽ ദാറ്റ് മീൻസ് പ്രൊഡക്റ്റ് ഗുഡാണ്, മാർക്കറ്റിംഗിൽ ചിലപ്പോൾ അവർ ഗുഡ് അല്ല. സോ ഇതാണ് എനിക്കുള്ള റൈറ്റ് ഫിറ്റ് ക്ലയന്റ്. അതായത് എനിക്ക് വേണ്ടത് ഇസ് പ്രൊഡക്റ്റ് ഗുഡ് ആവാണ്ട് ഐ എം നോട്ട് എ മജീഷ്യൻ, റൈറ്റ്? ഓർ എൻ്റെ ടീം ഒരു മാജിക് ടീമോ അങ്ങനെയൊന്നുമില്ല. മാർക്കറ്റിംഗ് ഇസ് നെവർ എ മാജിക്, റൈറ്റ്? അതിനെല്ലാത്തിനും അതിൻ്റെതായ പ്രോസസ്സും ചിട്ടകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ഫോളോ ചെയ്താലേ നടക്കുള്ളൂ, റൈറ്റ്? ഞാൻ എപ്പോഴും എൻ്റെ ടീമിനോട് പറയുന്ന എക്സാമ്പിളാണ്, നമ്മളെപ്പോഴും ഒരു ബിൽഡിംഗ് കെട്ടുമ്പോൾ നമ്മൾ നേരെ പോയിട്ട് തറ ഇട്ടിട്ട് നേരെ പില്ലർ കെട്ടിട്ട് നമുക്ക് 10 floor ബിൽഡ് ചെയ്യാൻ പറ്റില്ല. ആദ്യം ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ഈ എല്ലാവരും ബിൽഡിംഗ് എന്ന് പറയുമ്പോൾ ആൾക്കാർ ഗ്രൗണ്ടിന്റെ മുകളിലുള്ള സാധനങ്ങളാണ് കൂടുതലും നോക്കുക. പക്ഷെ ഗ്രൗണ്ടിന്റെ താഴെ ഒരു സാധനം അവർ സെറ്റ് ചെയ്യും. അത് കുറെ മാസങ്ങൾ എടുത്തിട്ടായിരിക്കും അവർ ആ ഫൗണ്ടേഷൻ എന്ന് പറയുന്ന സാധനം സെറ്റ് ചെയ്യുക. ഇപ്പൊ ഇറ്റ്സ് ലൈക്ക് എൻ ഐസ്ബർഗ്, ടിപ്പ് ഓഫ് ദി ഐസ്ബർഗ് എന്ന് പറയുമല്ലോ. ഈ ഓഷനിൽ നമ്മൾ കാണുന്ന ചിലപ്പോൾ ചെറിയ പാർട്ട് ഓഫ് ദി ഐസ്ബർഗ് ആയിരിക്കും, പക്ഷെ അത് മുകളിലേക്ക് നിൽക്കാൻ കാരണം ഈ താഴെയുള്ള അത്രയും വലിയ ഒരു മൗണ്ടൈൻ പോലത്തെ ഒരു സാധനം ഉള്ളതാണ്. സോ ബിസിനസ്സും അങ്ങനെ തന്നെയാണ്, റൈറ്റ്? അപ്പൊ ആ മുകളിലേക്ക് നമ്മൾ എത്തണം എന്നുണ്ടെങ്കിൽ തറ ആദ്യം നന്നായിട്ട് കെട്ടിയാലാണ് നമുക്കത് മുകളിലേക്ക് എത്താൻ പറ്റില്ല. അപ്പൊ ഇത് കുറെ ആൾക്കാർ ലൂസ് ചെയ്യും. സോ ഇതാണ് ഞാൻ എൻ്റെ ഇനിഷ്യൽ ഡേയ്സിൽ ഞാൻ ഫിഗർ ഔട്ട് ചെയ്തത്. എനിക്ക് ഒരു ക്ലാരിറ്റി, എന്ത് ക്ലയന്റായിട്ട് വർക്ക് ചെയ്യണം എന്നൊരു ക്ലാരിറ്റി ഇല്ല എന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും പെടും, റൈറ്റ്? ആൻഡ് ഈ നമ്മളൊരു റോങ് സെറ്റ് ഓഫ് ക്ലയന്റിന് ഉള്ളിൽ കൊണ്ടുവരുന്ന സമയത്ത് അവിടെ 2 പ്രശ്നങ്ങളാണ് നടക്കുന്നത്. ഒന്ന്, നമുക്ക് റിസൾട്ട് കൊടുക്കാൻ പറ്റുന്നുണ്ടാവില്ല, ഓക്കെ, ബിക്കോസ് അവർക്കൊരു പ്രൊഡക്റ്റ് മാർക്കറ്റ് ഫിറ്റ് ഉണ്ടാവില്ല. ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ നമുക്ക് മാർക്കറ്റേഴ്സിന് എല്ലാ പ്രൊഡക്ട്സും കയറിയിട്ട് മാർക്കറ്റ് ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് ചില പ്രൊഡക്ട്സിന് അതിനൊരു നീഡും വേണം, നെസസിറ്റിയും വേണം, റൈറ്റ്? അതില്ലാത്ത പ്രൊഡക്ട്സിന് ക്ലയന്റ് വന്നിട്ട് എന്താ സെയിൽ വരാത്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓൺ ദി വൺ സൈഡ് അത് കസ്റ്റമറിന് റിക്വയർമെന്റ് ഉണ്ടാവില്ല, റൈറ്റ്? അപ്പൊ നിങ്ങൾ എത്ര അത് മരിച്ച് പണിയെടുത്താലും അത് സെല്ലാവില്ല, റൈറ്റ്? സോ ഇതൊക്കെയാണ് ഞാൻ ഈ ഒരു ക്ലാരിറ്റി കുറെ മാർക്കറ്റേഴ്സിനുള്ളിൽ ഇല്ല, ഫൗണ്ടേഴ്സിനും ഇല്ല. കണ്ടുപിടിച്ചിട്ട് ഞങ്ങളപ്പോ എന്റെ നീഷ് B2B ഇ-കോമേഴ്സ്, ബിക്കോസ് ഞാൻ ഇത് രണ്ടത്തിലും ഗുഡ് ആയിരുന്നു. ഐ ന്യൂ ഇതിൽ എന്തൊക്കെ ചെയ്യണം എന്നുള്ളതിന്റെ കറക്റ്റ് ക്ലാരിറ്റി ആണ്. അപ്പോൾ ഇത് ഞാൻ ഫിഗർ ഔട്ട് ചെയ്തപ്പോൾ അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ഇടുന്ന കോണ്ടന്റ് ആവട്ടെ, നമ്മുടെ വെബ്സൈറ്റിൽ പോണ പിക്ചേഴ്സ് ആവട്ടെ, സോഷ്യൽ മീഡിയയിൽ ഇടുന്ന ഫോട്ടോസ് ആവട്ടെ, വീഡിയോസ് ആവട്ടെ, എവറിത്തിങ് ഹാസ് ടു റെസൊനേറ്റ് ടു ഓൺലി ദീസ് 2 audiences. ഇതല്ലാണ്ട് വി ഡോണ്ട് ഹാവ് ടു ഫോക്കസ് ഓൺ എനിത്തിങ് എൽസ്, റൈറ്റ്? അപ്പോൾ അത് ഞങ്ങൾ day 1 തന്നെ ക്ലാരിറ്റി ഉള്ളത് കൊണ്ട് ഞങ്ങൾക്ക് ആ ടൈപ്പ് ഓഫ് ക്ലയൻസ് മാത്രമേ ഞങ്ങളടുത്ത് വന്നിട്ടുള്ളൂ, റൈറ്റ്? പക്ഷെ അതിലും ഞാൻ ഈ പറഞ്ഞ ഇപ്പം ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ ഫിൽട്രേഷൻ പ്രോസസ് ഞാൻ മാനുവലി ഇരുന്നിട്ടായിരുന്നു ഇനിഷ്യലി ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പം എനിക്കൊരു സെയിൽസ് ടീമും സെയിൽസ് പേഴ്സൺ ഒക്കെ ഉണ്ട്. അപ്പോൾ അവരാണ്, ഞാൻ ആ പ്രോസസ്സ് അവർക്ക് പഠിപ്പിച്ചു കൊടുത്തു. അപ്പോൾ അവർ ഒരു ലീഡ് വന്നു കഴിഞ്ഞാൽ കണ്ടാൽ തന്നെ അവർക്ക് അറിയാം ഇത് എടുക്കണോ വേണ്ടേ എന്നുള്ളത്, റൈറ്റ്? അപ്പോൾ ഞങ്ങൾ കുറേ ഫിൽട്രേഷൻ ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ചോദിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ബേസിക് ഫണ്ട. ഒരു ക്ലയന്റ് വന്നു കഴിഞ്ഞാൽ ഈ കാര്യങ്ങളൊക്കെ ചെയ്യാണ്ട് വെറുതെ കയറി, ഞാൻ പറയട്ടെ, ഇന്ത്യയിലാവട്ടെ ലോകത്തിലാവട്ടെ എല്ലാവർക്കും മാർക്കറ്റിംഗ് റിക്വയർമെന്റ്സ് ഉണ്ട്, റൈറ്റ്? സോ മോർ ദൻ നിങ്ങൾ യെസ് പറഞ്ഞേക്കാളും നിങ്ങൾ പറയേണ്ടത് നോ ആണ് കൂടുതലും. റീസൺ ബീങ് ഇസ് എല്ലാ ക്ലയന്റും നിങ്ങളുടെ ഒരു വൈബിളുള്ള ക്ലയന്റ് ആയിരിക്കില്ല. ഞാനിതൊരു ആരും കുറ്റം പറയാൻ വേണ്ടിയിട്ട് പറയണതല്ല. ബട്ട് ഇപ്പം ഞാൻ ഒരു ഓൾമോസ്റ്റ് 80-90 D2C ബ്രാൻഡ്സ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്, D2Cയിൽ മാത്രം. സോ പല ക്ലയൻസിനും കണ്ടിട്ടുണ്ട്, പല ടൈപ്പ് ഓഫ് പ്രൊഡക്ട്സും കണ്ടിട്ടുണ്ട്, പല ടൈപ്പ് ഓഫ് ആൾക്കാരെയും കണ്ടിട്ടുണ്ട്. ബട്ട് ദിസ് ഇസ് ഹൗ ബിസിനസ് വർക്ക്സ്. ആൻഡ്
യു ചൂസ് വാട്ട് യു വാണ്ട്. അല്ലാണ്ട് ദേ ഷുഡ് നെവർ ചൂസ് യു, റൈറ്റ്? ക്ലയൻറ്റ് നമ്മൾ ചൂസ് ചെയ്യാൻ പാടില്ല. വി ഷുഡ് ചൂസ് ഹൂം വി വാണ്ട് ടു വർക്ക് വിത്ത്. ആൻഡ് വരുന്ന എല്ലാ ക്ലയൻസും എടുക്കണം നിർബന്ധമില്ല. കുറേ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് മാർക്കറ്റിൽ, റൈറ്റ്? അപ്പം ഒന്ന് നിങ്ങളെ തന്നെ ഗുഡാന്ന് വിചാരിക്കുകയാണെങ്കിൽ ഓൾ യു ഹാവ് ടു ഡു ഇസ് യു ടോക്ക് അബൌട്ട് യുവർ സെൽസ് ഓൺ ലിങ്ക്ഡ്ഇൻ, ഇൻസ്റ്റഗ്രാം, ആൻഡ് ദെൻ നിങ്ങൾക്ക് അർഹതയായിട്ടുള്ള ക്ലയൻസ് വന്നാൽ മതി. അതെ, റൈറ്റ്? എല്ലാ ക്ലയൻസും നിങ്ങൾക്ക് ആവണം, റെഡി ആവണം നിർബന്ധമില്ല. നിങ്ങൾക്ക് എല്ലാ സാധനങ്ങളും നോക്കി ഇങ്ങനെ എടുത്താൽ മതി. ധൃതി പിടിച്ചിട്ട് ആരും ക്ലയൻറ്റ് എടുക്കരുത്. ഓക്കെ, അത് ഈ പറഞ്ഞ പ്രശ്നത്തിലേക്ക് തന്നെയാണ്. ഞാൻ അതൊക്കെ ചെയ്ത മിസ്റ്റേക്സ് ഉണ്ട്. ഇതൊക്കെ ഞാൻ എൻ്റെ പാസ്റ്റിൽ ചെയ്ത മിസ്റ്റേക്സ് ഒക്കെയാണ്. അപ്പം ഇപ്പൊ വി ആർ വെരി വെരി സെലക്റ്റീവ്. ഇപ്പൊ ഡേ നെറ്റ്വർക്കിൽ ഇന്നൊരു ക്ലയന്റ് വരണം എന്നുണ്ടെങ്കിൽ നമുക്കൊരു 4 to 5 ഫിൽട്രേഷൻ പ്രോസസ് ഉണ്ട്. ആ പ്രോസസ്സ് കഴിയാണ്ട് നമ്മൾ ക്ലയന്റിനെ ഓൺബോർഡ് ചെയ്യില്ല, റൈറ്റ്? ഇതിൽ ഞങ്ങൾ ഫൗണ്ടറിനെ ഇന്റർവ്യൂസ് എടുക്കും, റൈറ്റ്? ബിക്കോസ് എനിക്ക് ഫൗണ്ടർ വെരി ഇമ്പോർട്ടൻ്റ് ആണ് ബ്രാൻഡിൽ. ബിക്കോസ് ഇപ്പോൾ ഐ ഡോണ്ട് പ്രിഫർ വർക്കിംഗ് വിത്ത് ബ്രാൻഡ്സ് വെയർ എന്താ പറയുക, ഞങ്ങളൊരു മാർക്കറ്റിംഗ് ഏജൻസിക്ക് ഏൽപ്പിച്ചു അവർ നോക്കിക്കോളും. നോ, യു ഹാവ് ടു ബി ഇൻവോൾവ് ഇൻ ദ ബിസിനസ്, റൈറ്റ്? ഞങ്ങൾ എത്രയ്ക്കാണോ ഞങ്ങൾക്ക് ഇൻവോൾവ് ചെയ്യാൻ റെഡിനെസ് ഉള്ളത്. ഇപ്പം ഞങ്ങൾ 200% ഇടുകയാണെങ്കിൽ ഐ വോണ്ട് ദി ഫൗണ്ടർ ടു ഓൾസോ പുട്ട് ദ 200% ഇൻ ദ ബിസിനസ്. ഇല്ലെങ്കിൽ പിന്നെ ഇത് ലൈക്ക് ഒരു 1 man ഷോ പോലെയാവും, റൈറ്റ്? ബിസിനസ് ഗ്രോ ചെയ്യണമെങ്കിൽ രണ്ടുപേരും വിചാരിക്കണം, റൈറ്റ്? അതിൽ രണ്ടുപേരല്ല. കറക്റ്റ്. അപ്പൊ ആ ടീം വർക്ക് ഇല്ലാത്ത ഫൗണ്ടർ എനിക്ക് വേണ്ട. ഐ നോ ഐ വിൽ ഗെറ്റ് ബെറ്റർ ക്ലയൻസ്, റൈറ്റ്? അത് നിങ്ങൾ എത്ര വലിയ ബ്രാൻഡ് ആണെങ്കിലും ശരി, നിങ്ങൾ ഫൗണ്ടർ ഇതിന്റെ ഇൻവോൾവ്മെന്റിൽ ഇല്ല എന്നുണ്ടെങ്കിൽ ഞാൻ റെഡിയില്ല. ശരി, ഓക്കെ, പോട്ടെ. ഇനിയിപ്പോൾ അതൊരു വലിയ കമ്പനി വിചാരിക്കുക. ഫോർ എക്സാമ്പിൾ ലൈക്ക് ലെറ്റ്സ് സേ വോക്കറു. ഇതൊക്കെ ഞാൻ വർക്ക് ചെയ്ത ക്ലയൻസ് ആണ് പണ്ട്. വോക്കറു, ഇനിയിപ്പോൾ ലെറ്റ്സ് സേ മൈജി പോലത്തെ ബ്രാൻഡ്സ് ഒക്കെ വരികയാണെങ്കിൽ അതിൽ നമുക്ക് ഒരിക്കലും ഫൗണ്ടറിനെ എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. ബട്ട് ഐ നീഡ് സംബഡി, അവിടെ ഒരു മാർക്കറ്റിംഗ് ഹെഡോ മാർക്കറ്റിംഗ് മാനേജറോ അല്ലെങ്കിൽ CMO അവിടെ ആണെങ്കിൽ ആർ ദേ ഇൻവോൾവ് ഇൻ ദിസ്? ബിക്കോസ് അവിടെ ഒരു ഇപ്പൊ വലിയ കമ്പനീസ് പോകുമ്പോൾ ഹൈറാർക്കി കൂടുതലാണ്. അപ്പോൾ ഹൂ ഇസ് മൈ POC, റൈറ്റ്? ഞാൻ ആരാണ് ഡിസിഷൻ മേക്കർ? ഐ ഡോണ്ട് വാണ്ട് ഓൾവേസ് ടോക്ക് വിത്ത് ദി എന്താ പറയുക ഒരു മാനേജറോ അല്ലെങ്കിൽ ഒരു മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവോ. അതല്ല എനിക്ക് വേണ്ടത്. എൻ്റെ ഡയറക്റ്റ് ഡീലിംഗ് എനിക്കൊരു CMO ആയിട്ട് അറിയണം. ആൻഡ് ദെൻ വി അലൈൻ തിങ്സ് ആൻഡ് ദെൻ ആർ ടീംസ് ടേക്സ് കെയർ ഓഫ് ഇറ്റ്. അത് എൻ്റെ ടീം മാത്രമല്ല, നിങ്ങളുടെ ടീം ഇൻവോൾവ് ആയിരിക്കണം, എൻ്റെ ടീം ഇൻവോൾവ് ആയിരിക്കണം. സോ ഇങ്ങനത്തെ ഉള്ള ക്ലയൻസും ഇങ്ങനത്തെ മൈൻഡ് സെറ്റുള്ള ക്ലയൻസ് ആയിട്ട് ഞാൻ ഇതുവരെയും വർക്ക് ചെയ്തതിൽ എനിക്ക് എല്ലാത്തിനും നല്ല റിസൾട്ട് കിട്ടിയിട്ടേ ഉള്ളൂ, റൈറ്റ്? ഇപ്പോൾ ഞങ്ങൾ കൊച്ചിയിൽ ഞങ്ങൾക്ക് ഒരു അപ്പാരൽ ബ്രാൻഡ് ഉണ്ട്. അതിൻ്റെ ഫൗണ്ടർ വെരി ഇൻവോൾവ് ആണ് ബ്രാൻഡിൽ, റൈറ്റ്? അത് കാരണം തന്നെ ഞങ്ങളൊരു 3-4 മാസത്തിൽ തന്നെ വി ഹാവ് ബീൻ ഏബിൾ ടു സ്കെയിൽ ദ ബ്രാൻഡ് ടു അബൌട്ട് 15-16 lakhs നമ്മൾ സ്കെയിൽ ചെയ്തു. ഇപ്പോൾ ദേ ആർ ഡൂയിങ് അബൌട്ട് 20-25 lakhs a month. അപ്പോൾ അത് ബിക്കോസ് എന്താ, ഞങ്ങളും പണിയെടുക്കുന്നുണ്ട്, ഫൗണ്ടറും ഫൗണ്ടറുടെ ടീമും പണിയെടുക്കുന്നുണ്ട്, റൈറ്റ്? വലിയ കമ്പനിയാണ്, റൈറ്റ്? ബട്ട് അവിടെ എല്ലാവരും ഇൻവോൾവ് ആയി, എല്ലാവരും ഒരേ സെയിം ബോട്ടിലാണ് ട്രാവൽ ചെയ്യണത്, റൈറ്റ്? അപ്പോൾ ഞങ്ങൾ തുഴയണ പോലെ അവരും തുഴയുന്നുണ്ട് അപ്പുറത്തെ സൈഡിൽ നിന്ന്. ദാറ്റ് ഇസ് വൈ വി ആർ ഏബിൾ ടു ഗിവ് ദാറ്റ് റിസൾട്ട്, റൈറ്റ്? അപ്പോൾ എനിക്ക് അങ്ങനത്തെ ക്ലയൻസ് ആയിട്ട് വർക്ക് ചെയ്യാനാണ് കൂടുതലും താല്പര്യം, ഇഷ്ടം. ആൻഡ് അങ്ങനെ വർക്ക് ചെയ്യുമ്പോഴല്ലോ കുറേ അഗ്രസീവായിട്ട് നമുക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ഫൗണ്ടർ നമ്മൾ എമ്മിൽ തുടങ്ങും നമുക്ക് ചെയ്യാം. ആ ഒരു ഈ വെള്ളംകളി ഉള്ള പോലത്തെ ഒരു സാധനം ഉണ്ടല്ലോ, ഒരാൾ എപ്പോഴും ഡയറക്ഷൻ ഒരാളുണ്ടോ ബോട്ടിൽ, അങ്ങനത്തെ ഒരു ഫീലിംഗ് എനിക്ക് കിട്ടിയില്ലെങ്കിൽ എനിക്ക് ക്ലയൻ്റ് ആയിട്ട് പിന്നെ വർക്ക് ചെയ്യാൻ താല്പര്യം ഉണ്ടാവില്ല. നേരത്തെ പറഞ്ഞല്ലോ ഫൗണ്ടേഷനിൽ വരുത്തുന്ന മിസ്റ്റേക്കുകൾ എന്തൊക്കെയായിരിക്കും കോമൺലി കണ്ടിട്ടുള്ളത്? കോമൺലി ഉള്ളത് ഇത് തന്നെയാണ്. ഒന്ന് ഈ പറഞ്ഞ ഇപ്പൊ ഇന്ന് ഒരു ഇ-കോമേഴ്സ് ബ്രാൻഡ് എടുക്കുകയാണെങ്കിൽ ഓർ ലെറ്റ്സ് ഒരു B2B ബ്രാൻഡ് ആണെങ്കിൽ ശരി, ഇന്ന് ആർക്ക് വേണമെങ്കിലും പ്രൊഡക്റ്റ് ഈസി ആയിട്ട് ബിൽഡ് ചെയ്യാൻ പറ്റും, റൈറ്റ്? ഇന്നിപ്പോൾ AI വന്നു, റൈറ്റ്? ഇപ്പം ഞങ്ങളുടെ ടീം തന്നെ ഓൾമോസ്റ്റ് ഒരു 7-8 ടൂൾസ് അവർക്ക് വേണ്ട റിക്വയർമെൻറ്റ്സ് ഞങ്ങൾക്ക് ടെക് ടീം ഉണ്ടായിട്ടും അവരെ ഡിപ്പെൻഡ് ചെയ്യാണ്ട് എൻ്റെ പെർഫോമൻസ് മാർക്കറ്റേഴ്സ് എന്നിട്ട് അവിടെ ഒരു ടൂൾ ബിൽഡ് ചെയ്യുന്നുണ്ട്. പെർഫോമൻസ് മാർക്കറ്റിംഗ് എന്തിന് ക്ലയൻറ്റിന് റിപ്പോർട്ട് അയക്കാൻ വേണ്ടിയിട്ടുള്ളത് എല്ലാം ഓട്ടോമേറ്റ് ചെയ്യാൻ നോക്കുകയാണ്, റൈറ്റ്? അപ്പം ഇവിടെ ഈ പറഞ്ഞ 2 സാധനങ്ങളുണ്ട്. ഒന്ന്, ഇന്ന് ആർക്ക് വേണമെങ്കിലും പ്രൊഡക്ട്സ് ബിൽഡ് ചെയ്യാം, സർവീസസ് ബിൽഡ് ചെയ്യാം. ഇന്ന് എല്ലാവർക്കും ക്യാഷ് ഫ്ലോ ഉണ്ട്, പൈസയുണ്ട്, ഓക്കെ? പക്ഷേ ഈ പൈസയും സ്കില്ലുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, റൈറ്റ്? നമ്മൾ ഒരു സാധനം ചെയ്യുന്ന സമയത്ത് ആ പർട്ടിക്കുലർ പ്രൊഡക്റ്റിന് അതിൻ്റെതായ നെസസിറ്റി ഉണ്ടോ, മാർക്കറ്റിൽ ഡിമാൻഡ് ഉണ്ടോ നോക്കിയിട്ട് മാത്രമേ നമുക്കൊരു ബ്രാൻഡ് തുടങ്ങാൻ പറ്റുള്ളൂ. ഇത് ഇ-കോമേഴ്സിൽ ഏറ്റവും വലിയ ഇഷ്യൂ ആണ്. B2Bയിലും പിന്നെയും നമുക്ക് കുറേ റിക്വയർമെൻറ്റ്സ് നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ ഇ-കോമേഴ്സിൽ ഇപ്പോൾ ഒരു കോമൺ ട്രെൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നിപ്പോൾ ലെറ്റ്സ് സേ ഒരു 3 ലക്ഷം കയ്യിലുണ്ടെന്ന് വിചാരിക്കാം. നമുക്ക് തിരുപ്പൂരിൽ പോയിട്ട് ഈസി ആയിട്ട് നമുക്കൊരു എന്താ പറയുക ഒരു അപ്പാരൽ ബ്രാൻഡ് ഈസി ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. തിരുപ്പൂർ ഇറങ്ങി കഴിഞ്ഞാൽ ചന്തയാണ്, ഓക്കെ? എല്ലാ സ്ഥലത്തും എന്താ പറയുക ടീഷർട്ട് മാനുഫാക്ചേഴ്സ് ആണ് നിങ്ങൾക്ക് അവൈലബിൾ ഉള്ളത്. തിരുപ്പൂർ ബസ് സ്റ്റാൻഡിൽ നിങ്ങൾ ഇറങ്ങി കഴിഞ്ഞാൽ അവിടെ വരും ആൾക്കാർ, നിങ്ങൾക്ക് ഞങ്ങൾ ടീച്ചർ മാനുഫാക്ചറേഴ്സ് ആണ്, നിങ്ങൾക്ക് വന്നിട്ട് ബ്രാൻഡ് തുടങ്ങണോ, പറയൂ, ഞാൻ കൊണ്ടുപോകാം ഫാക്ടറിയിലേക്ക്. അങ്ങനത്തെ ഒരു ചന്ത മാർക്കറ്റ് പോലെ. ബട്ട്
അവിടുന്നാണ് ഇന്ന് ഇന്ത്യയിലേക്ക് എല്ലാ അപ്പാരൽ ബ്രാൻഡ്സിനും ടീഷർട്ട്സ് പ്രിന്റ് ചെയ്തിട്ട് പോകുന്നത്, റൈറ്റ്? ഇപ്പൊ ഈ പറയുന്ന സോൾ സ്റ്റോർ ആവട്ടെ, ഓർ ഈ പറയുന്ന ഏത് വലിയ ടീഷർട്ട് ബ്രാൻഡ്സ് നിങ്ങൾ എടുത്താലും അതിന്റെ ഒരു പാർട്ട് ഓഫ് മാനുഫാക്ചേഴ്സ് ഉള്ളത് തിരുപ്പൂരാണ്. തിരുപ്പൂർ ഇസ് വൺ ഓഫ് ദ ലാർജസ്റ്റ് മാനുഫാക്ചേഴ്സ് ഫോർ ടീഷർട്ട്സ്. അപ്പം എൻ്റെ പപ്പ ഗാർമെന്റ് ഇൻഡസ്ട്രിയിൽ ഉണ്ടായതുകൊണ്ട് എനിക്ക് അവിടെ കുറേ കോൺടാക്ട്സ്, പപ്പയുടെ കുറേ ഫ്രണ്ട്സ് തിരുപ്പൂരിലുണ്ട്. അപ്പം എനിക്കും ഒരു ബ്രാൻഡ് തുടങ്ങണം എന്നൊരു ആഗ്രഹമാണ്. പക്ഷേ ഈ 3 ലക്ഷത്തിൽ മാത്രം ഒന്നും ഒതുങ്ങൂല, റൈറ്റ്? അവിടെ നമുക്ക് അഗെയിൻ പ്രൊഡക്റ്റ് മാത്രമേ കിട്ടുള്ളൂ, റൈറ്റ്? അപ്പം പക്ഷേ ഇന്നിപ്പോൾ ആൾക്കാർ അതൊരു വെരി ഈസി മെത്തേഡായിട്ട് കണ്ടിട്ട് അവർ തുടങ്ങുന്നുണ്ട്. പക്ഷെ ലാസ്റ്റിൽ പൊട്ടി പാളിസാവാണ്. ബിക്കോസ് അവർക്ക് ബിസിനസ് റൺ ചെയ്യാനുള്ള റൺവേക്കുള്ള ഫണ്ടില്ല. ഓക്കെ, അപ്പോൾ ചില ആൾക്കാർ പറയും നിങ്ങൾക്ക് ഇന്നൊരു 1 ലക്ഷം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇ കോമേഴ്സ് ബ്രാൻഡ് തുടങ്ങാം, ഡ്രോപ്പ് ഷിപ്പിംഗ് ചെയ്യാൻ പറ്റും. അതെല്ലാം ചെയ്യാൻ പറ്റും, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ഇന്ന് ഡ്രോപ്പ് ഷിപ്പിംഗ് എന്ന് പറഞ്ഞ ഒരു സെഗ്മെന്റിൽ കുറെ ആൾക്കാർ സക്സസ്ഫുൾ ആയത് ഇസ് ബിക്കോസ് അവർ ചിലപ്പോൾ 3 വർഷം കഷ്ടപ്പെട്ടിട്ടായിരിക്കും ആ ഒരു റേഞ്ചിലേക്ക് വന്നിട്ടുണ്ടാവും. പക്ഷെ ആൾക്കാർ ഇന്ന് അവരുടെ സക്സസ് കണ്ടിട്ട് എനിക്ക് നാളെ തന്നെ സക്സസ്ഫുൾ ആവണം, എനിക്ക് നാളെ തന്നെ ഒരു ഡ്രോപ്പ് ഷിപ്പിംഗ് സ്റ്റോർ തുടങ്ങണം എന്ന് പറഞ്ഞിട്ട് വെറുതെ കൊണ്ടുപോയി പൈസ ചെലവ് ചെയ്ത ആൾക്കാരും പൊട്ടിച്ച ആൾക്കാരും ഉണ്ട്. നമുക്കൊരു ഇത് ആ ഒരു എക്കോസിസ്റ്റം പഠിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. കറക്റ്റ്, വി ക്യാൻ യൂസ്. ബട്ട് അതിൽ ഗ്രോ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൽ കുറെ റിസർച്ചും അതിൽ കുറെ എക്സ്പെരിമെന്റ്സും ഇതെല്ലാം ചെയ്ത് മാത്രമാണ് നമുക്ക് അതിൽ സക്സസ്ഫുൾ ആകാൻ പറ്റുള്ളൂ. അല്ലാത്ത സമയത്ത് വി കാൺ. അപ്പം ഇന്നിപ്പോൾ ഒരു ഡ്രോപ്പ് ഷിപ്പിംഗ് ആവട്ടെ, അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ ഓൺ ബ്രാൻഡ് തുടങ്ങുകയാണെങ്കിൽ പോലും ഇറ്റ് ഈസ് നോട്ട് വെരി ഈസി ടു ബിൽഡ് എ ബിസിനസ്, റൈറ്റ്? ആൻഡ് സ്പെസിഫിക്കലി ഇ കോമേഴ്സ് ഞാൻ പറയുന്നത്. അപ്പം ഇതൊക്കെയാണ് മേജർ ഇഷ്യൂസ്. അതായത് വേറൊരാളുടെ സക്സസ് കണ്ടിട്ട് എനിക്ക് നാളെ ഇതുപോലെ ആവണം എന്ന് പറഞ്ഞിട്ട് കുറെ ക്ലയൻസ് ഉണ്ട്, റിച്ച് ആയിട്ടുള്ള ക്ലയൻസ്, കുറെ ഫണ്ടും കാര്യങ്ങളൊക്കെ ഉള്ള ടൈപ്സ് ആൾക്കാരുണ്ട്. ഇവര് ഫണ്ട് എവിടെ മുടക്കേണ്ടതെന്ന് അറിയാണ്ട് ആരെങ്കിലും ഒരാൾ വന്നിട്ട് പറയും ഇ കോമേഴ്സിൽ നമുക്ക് എന്തെങ്കിലും ലോഞ്ച് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് നേരെ പൈസ ഡംപ് ചെയ്യും. അത് കഴിഞ്ഞ് അതിനൊരു പ്രോപ്പർ ഗൈഡൻസോ സ്ട്രക്ചറോ ഒന്നും ഇല്ലാണ്ട് നേരെ പൊട്ടി പാളിസ് അവിടെ ബ്രാൻഡ്സും ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ അതേപോലെ തന്നെ നന്നായിട്ട് ഫണ്ട് ഇറക്കി നന്നായിട്ട് ബ്രാൻഡ് ബിൽഡിംഗ് സ്കെയിൽ ചെയ്ത് വന്നിട്ടുള്ള ക്ലയൻസും എനിക്കുണ്ട്. അപ്പം സോ ഇ കോമേഴ്സിലേക്ക് ഇങ്ങനെ ഇറങ്ങുമ്പോൾ അതിൻ്റെതായ പ്രോസും കോൺസും. അപ്പൊ നോക്കി കണ്ടിട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ദെൻ ഇതുപോലത്തെ ഇഷ്യൂസും. പ്രൊഡക്റ്റ് മാർക്കറ്റ് ഫിറ്റ് കണ്ടുപിടിക്കാൻ ഈസി വേണ്ടേ? പ്രൊഡക്റ്റ് മാർക്കറ്റ് ഫിറ്റിന്റെ ഒരു ഈസി വേ ഓഫ് ഡൂയിങ് ഇസ് ആദ്യം നമ്മളെപ്പോഴും ചിന്തിക്കേണ്ടത് നമുക്ക് എന്താ വേണ്ടെന്നുള്ളതല്ല, കസ്റ്റമറിന് എന്താ വേണ്ടെന്നുള്ളതാണ് നമ്മൾ ഐഡിയലി ചിന്തിക്കേണ്ടത്. ബിക്കോസ് അതിലാണ് കാര്യങ്ങൾ, അതാണ് പ്രൊഡക്റ്റ് മാർക്കറ്റ് ഫിറ്റ്. അപ്പം അപ്പം നമ്മളൊരു പ്രോബ്ലത്തിന് ഒരു സൊല്യൂഷൻ ചെയ്യാം, അതാണ് നന്നായിട്ട് വർക്ക് ആവണ ഒരു മോഡൽ. പിന്നെ ഉള്ളത് ഇപ്പൊ അപ്പാരൽസ് കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അവിടെ ഒരു പ്രോബ്ലം സോൾവിങ് സാധനമൊന്നുമില്ല, ഇതെല്ലാം ലൈഫ് സ്റ്റൈലാണ്, ഡിസൈൻസ് അങ്ങനത്തെ കൂടെ. അപ്പം പല ഇൻഡസ്ട്രീസിലും ഇപ്പൊ ഇ കോമേഴ്സ് തന്നെ ഇത് എടുത്തു നോക്കുകയാണെങ്കിൽ കുറെ ഡിഫറെന്റ് നീഷസ് ഉണ്ട്, അപ്പാരൽ, ജ്വല്ലറി, പല. അപ്പം ചില ഇതില് നമുക്കിപ്പോ ഒരു വെൽനസ് ബ്രാൻഡ് ഒക്കെ ആണെങ്കിൽ എന്തെങ്കിലും മുട്ടുവേദനയ്ക്കാണ് എണ്ണയുണ്ട് അങ്ങനെ രീതിയിൽ പറയാം. ഓർ ലെറ്റ്സ് സ്ട്രെച്ച് മാർക്സ് ഉണ്ട്, സ്ട്രെച്ച് മാർക്സ് നമുക്കൊരു ക്രീം ഉണ്ട്. പക്ഷെ അപ്പാരൽ വരുമ്പോൾ അറ്റ് ദി എൻഡ് ഇതൊരു ഷർട്ടാണ്, ഇത് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ യു ലുക്ക് ബെറ്റർ എന്നുള്ളത് മാത്രം, ലൈഫ് സ്റ്റൈൽ ചേഞ്ച് മാത്രം അവിടെ കൊണ്ടുവന്നത്. സോ പ്രൊഡക്റ്റ് മാർക്കറ്റ് ഫിറ്റ് ഫൈൻഡ് ചെയ്യണമെങ്കിൽ ദിസ് ഇസ് ദി ഹോൾ ഐഡിയ വേ കസ്റ്റമറിന് എന്താണോ വേണ്ടത് അത് ലോഞ്ച് ചെയ്യുക, അല്ലാണ്ട് നമുക്ക് എന്ത് വേണം എന്നുള്ളത് ലോഞ്ച് ചെയ്തിട്ട് കാര്യമില്ല. പിന്നെ അങ്ങനെ ഒരു നീഡ് അവിടെ മാർക്കറ്റിൽ ഉണ്ടെങ്കിൽ പോലും അതിനൊരു ടാം ഉണ്ടാവും. ടാം എന്ന് പറയുമ്പോൾ ടോട്ടൽ അഡ്രസബിൾ മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ട്. അപ്പം ആ മാർക്കറ്റിലേക്ക് നമുക്ക് ആ പ്രൊഡക്റ്റ് ഇട്ട് കഴിഞ്ഞാൽ അത് സ്കെയിലബിൾ ആയിട്ടുള്ള ഒരു മാർക്കറ്റും കൂടി ആയിരിക്കണം. ഇല്ലെങ്കിൽ ദെൻ ദർ ഇസ് നോ പോയിന്റ്, റൈറ്റ്? അപ്പൊ ഈ സാസിലൊക്കെ ചെയ്യുമ്പോഴും ഇത് തന്നെയാണ് കൂടുതലും ആൾക്കാർ നോക്കുക, ലൈക്ക് എന്താണ് ഒരു മേജർ B2B കമ്പനിയുടെ മേജർ പെയിൻ പോയിന്റ്. അപ്പൊ അതിന് എനിക്ക് എന്തെങ്കിലും പ്രോബ്ലം കൊണ്ടുവരാൻ പറ്റുമോ? പക്ഷെ നാളെ ഇപ്പൊ എനിക്ക് ആ പ്രോബ്ലത്തിന് ഞാൻ സൊല്യൂഷൻ കൊടുന്നു കഴിഞ്ഞാൽ എത്ര പേരാണ് എൻ്റെ അടുത്ത് പർച്ചേസ് ചെയ്യാൻ റെഡി ആയിട്ട്, ക്യാഷ് റെഡി ആയിട്ട് തരാൻ എത്ര പേര് ഉണ്ടാവും എന്നുള്ളതും കൂടി നോക്കണം. സോ ബോത്ത് ഇ കോമേഴ്സും ഇതിലും ഈ പ്രൊഡക്റ്റ് മാർക്കറ്റ് ഫിറ്റ് കണ്ടുപിടിക്കാൻ അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമില്ല. ഇറ്റ് ഡസ് ടേക്ക് എ ലോട്ട് ഓഫ് ടൈം. അത് മാർക്കറ്റിലേക്ക് ആദ്യം ഒരു സാമ്പിൾസ് കൊടുത്ത ആൾക്കാരുടെ ഫീഡ്ബാക്ക് എടുക്കുക, ഇനി അതിന്റെ ബെറ്റർമെന്റ് ചെയ്യണോ കാര്യങ്ങളൊക്കെ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും. അതൊരു നല്ലൊരു എക്സാമ്പിൾ ആണ്. ഞാൻ ബ്ലൂ ടൈഗർ എന്ന് പറഞ്ഞ ബ്രാൻഡായിട്ട് വർക്ക് ചെയ്യുമ്പോഴും ഇതായിരുന്നു നമ്മുടെ ഇനിഷ്യൽ. അപ്പൊ അവർ ഇനിഷ്യലി നോർമൽ ട്രാക്ക് പാൻസും നോർമൽ ടീഷർട്ട്സ് ആയിരുന്നു ലോഞ്ച് ചെയ്യുന്നത്. ബട്ട് അത് ഓൾറെഡി മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആയിരുന്നു. എല്ലാ ലോക്കൽ സ്റ്റോഴ്സിൽ പോയാലും നമുക്കൊരു ട്രാക്ക് പാൻറ്റും ഒരു നോർമൽ ടീഷർട്ട്സ് നമുക്ക് കിട്ടും, റൈറ്റ്? അപ്പോൾ നമ്മളത് കുറെ ട്രൈ ചെയ്തിട്ട് നമ്മളൊരു 10 lakhs 12 lakhs സ്കെയിലൊക്കെ കൊടുന്നു. ബട്ട് അത് കഴിഞ്ഞിട്ട് സ്കെയിൽ ആവുന്നില്ല. പിന്നെ നിഹാൽക്ക ഫൗണ്ടറാണ്. അപ്പം ആള് പറഞ്ഞു എനിക്ക് മൈൻഡിൽ ഇങ്ങനൊരു സാധനം ഉണ്ട്, ട്രാവൽ ജോഗേഴ്സ് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട്, ഞാൻ അങ്ങനെ ഒരു പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യാൻ. ഞാൻ പറഞ്ഞു ഇതൊരു മാർക്കറ്റിൽ ഇല്ലാത്ത പ്രൊഡക്റ്റ് ആണ്, ഇതിനൊരു കാറ്റഗറിയും ഇല്ല, അങ്ങനെ ട്രാവലിനൊരു ജോഗേഴ്സ് പറഞ്ഞ സാധനം ഇല്ല. സോ
നമുക്ക് നോക്കി വെക്കാന്ന് പറഞ്ഞിട്ട് നമ്മൾ ആദ്യം ഒരു ട്രയൽ ബാച്ച് ഒരു 100 പീസോ ഐ തിങ്ക് എന്റെ ഓർമ്മ 100-200 പീസ് നമ്മൾ ലോഞ്ച് ചെയ്തു. പക്ഷെ അത് ലോഞ്ച് ചെയ്ത് ആദ്യത്തെ ഒരു ഫ്യൂ ഡേയ്സ് ഭയങ്കര ഡിപ്പായിരുന്നു. ബിക്കോസ് പുതിയ പ്രൊഡക്റ്റ് ആണെന്ന് ആൾക്കാർ അറിയില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു വെച്ചടി കേട്ടായിരുന്നു. ആ ബ്രാൻഡ് അങ്ങനെ നല്ലോണം സ്കെയിലായി. ലിറ്ററലി ഞങ്ങളൊരു 50 lakhs ഞങ്ങൾ ആ ഒറ്റ പ്രൊഡക്റ്റ് വെച്ചിട്ടാണ് ഓൾമോസ്റ്റ് സ്കെയിലായത്. അപ്പം അത് പിന്നെ ഞങ്ങൾക്ക് പിന്നെ പുതിയ പ്രൊഡക്ട്സ് ലോഞ്ച് ചെയ്ത് തുടങ്ങി, വിച്ച് മാർക്കറ്റിന് ആവശ്യമുള്ള സാധനം. പിന്നെ ട്രാവൽ ജോഗേഴ്സ് വേണ്ടി നമ്മൾ ലോഞ്ച് ചെയ്തായിരുന്നു സൺസ്ക്രീൻ ജാക്കറ്റ്. ആ സൺസ്ക്രീൻ ജാക്കറ്റ് ഒറ്റ പ്രൊഡക്റ്റ് മാത്രം 50 lakhs സെയിൽസ് വന്നിട്ടുണ്ട് ഞങ്ങൾ ചെയ്ത കോണ്ടന്റിനും അങ്ങനെ. സോ അതാണ് പ്രൊഡക്റ്റ് മാർക്കറ്റ് ഫിറ്റ്. അത് കസ്റ്റമർ എന്താണോ വേണ്ടത് അത് ചെയ്യാം. ബട്ട് ട്രാവൽ ജോഗേഴ്സ് സിമ്പിൾ ട്രാക്ക് പാന്റ് 6 പോക്കറ്റ് ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ബ്രീത്തബിൾ ഫാബ്രിക് ആണ്. ഞാൻ ഇന്നും ട്രാവൽ ജോഗേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. അന്ന് എനിക്ക് ഒരു സാമ്പിൾ ഒരു പീസ് ഒരു പ്ലസ് സൈസ് ജോഗർ എനിക്ക് തന്നതാണ്. അത് ഞാൻ ഇന്നൊരു ട്രാവലിന് യൂസ് ചെയ്യുന്നുണ്ട്. വെരി കംഫർട്ടബിൾ ആയിട്ടുള്ള. ദിസ് ഇസ് ഹൗ യു ആക്ച്വലി ഫൈൻഡ് പ്രൊഡക്റ്റ് മാർക്കറ്റ് ഫിറ്റ്. അല്ലാണ്ട് ചുമ്മാ വലിച്ചു വാരി ഒന്നും ചെയ്യരുത്. നേരത്തെ B2B സെഗ്മെന്റ് പറഞ്ഞില്ലേ, B2B ചെയ്യുമ്പോൾ നമുക്ക് ലീഡ് ജനറേഷൻ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചാനൽസ് ഏതൊക്കെ പ്രോപ്പർലി യൂസ് ചെയ്യണം? B2B നമ്മൾ യൂഷ്വലി ഇപ്പോൾ കോർ ഫോക്കസ് ചെയ്യുന്നത് ഗൂഗിൾ ആഡ്സ് ആണ്. ഗൂഗിൾ ആഡ്സ് ആണ് നമുക്ക് ഏറ്റവും പ്രൈമറി സോഴ്സ് ഓഫ് ലീഡ്സ് വരുന്നത്. ക്വാളിറ്റി ലീഡ്സ് വരുന്നത് ഗൂഗിൾ ആഡ്സ് ആണ്. പക്ഷേ ലെറ്റ്സ് ഇപ്പോൾ കൺട്രി മാറി വെച്ചിരിക്കും. ഇപ്പോൾ ഇന്ത്യ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ കൂടുതലും ഗൂഗിൾ ആഡ്സ് ആണ്. പക്ഷേ ഞങ്ങൾക്കൊരു റാൻഡം എക്സ്പെരിമെന്റിൽ ഞങ്ങൾ സൗദിയിൽ ഒരു B2B ക്ലയന്റായിട്ട് വർക്ക് ചെയ്യുമ്പോൾ അവർക്ക് ഏറ്റവും കൂടുതൽ ലീഡ്സ് വന്നത് മെറ്റയിലായിരുന്നു. മെറ്റ ആഡ്സ് ത്രൂ അവർക്ക് നല്ല ക്വാളിറ്റി ലീഡ്സും കൺവേർഷൻസും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. സോ ഡിപ്പെൻഡിങ് ഓൺ മാർക്കറ്റ്, ഡിപ്പെൻഡിങ് ഓൺ യുവർ പ്രൊഡക്റ്റ്, ഡിപ്പെൻഡിങ് ഓൺ യുവർ ടാർഗറ്റ് ഓഡിയൻസ് ഇസ് ഹൗ യു ചൂസ്. ബട്ട് B2B എപ്പോഴും പ്രൈമറി ചാനൽ ഇസ് ഓൾവേസ് ഈ പറഞ്ഞ ഗൂഗിൾ ആഡ്സ് ആണ്. പിന്നെ ലെറ്റ്സ് സേ ഇപ്പോൾ ഒരു ക്ലയന്റിന് നല്ല ഫണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ദേ കൻ ഈവൻ ഡു ലിങ്ക്ഡ് ആഡ്സ് ഓൾസോ. ലിങ്ക്ഡ് ആഡ്സ് കുറച്ച് എക്സ്പെൻസീവ് ആണ്. സോ ഞാൻ എപ്പോഴും ഗൂഗിൾ ആഡ്സ് തന്നെയാണ് സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കുക. എനി കമ്പനി ഇപ്പോൾ ഞങ്ങളിപ്പോൾ ചെയ്യുന്ന എല്ലാ ലീഡ് ജനറേഷൻ ക്ലയൻസിനും പ്രൈമറി ചാനൽ ഗൂഗിൾ മാത്രമേ ഉള്ളൂ. മെറ്റയിലൊന്നും നമ്മളൊന്നും ചെയ്യുന്നില്ല അവർക്ക് വേണ്ടിയിട്ട്. സോ അങ്ങനെയാണ് ഇപ്പോൾ വി ഹവ് സെറ്റ് അപ്പ് എ പ്രോസസ്. ലാസ്റ്റ് മറ്റേ KPSന്റെ ഇത് കണ്ടിട്ടുണ്ടായിരുന്നു, ഒരു പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്തു. യെസ് അതിനെ കുറിച്ചൊന്നും പറയുന്നത്? സോ അത് പ്രൊഡക്റ്റിന്റെ പേര് buyecommerce.ai എന്നാണ്. സോ ബേസിക്കലി ഞങ്ങൾ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രാൻഡ്സിന് ആർക്കൊക്കെയാണോ കോണ്ടന്റ് ഫാസ്റ്റ് ആയിട്ട് വേണ്ടത് അവർക്ക് ഞങ്ങൾ AI ജനറേറ്റഡ് കോണ്ടന്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് ഡെലിവറി ചെയ്യാണ് വിത്തിൻ 24 to 48 hours. അതാണ് ഞങ്ങളുടെ ഒരു ടൈം ഫ്രെയിം. അപ്പം ഞങ്ങൾക്ക് വന്നൊരു ഇഷ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ ഇന്റേണൽ ക്ലയൻസ് തന്നെ ലെറ്റ്സ് സേ ഞങ്ങൾക്ക് ഇപ്പോൾ UGC കോണ്ടന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് ഒരു ബ്രാൻഡ് മോഡലിന് സോഴ്സ് ചെയ്യണം, ഒരു പ്രൊഡക്ഷൻ ഏജൻസിനെ കണ്ടുപിടിക്കണം, പിന്നെ അതിന് എഡിറ്റിംഗ് ചെയ്യണം, പിന്നെ ആ മോഡൽ ആ ദിവസത്തിന് അവൈലബിൾ ആയിരിക്കണം. ഇങ്ങനത്തെ ഒരു 4-5 ഫാക്ടേഴ്സ് ഉണ്ട് ഈ UGC കോണ്ടന്റ് ചെയ്യുമ്പോൾ. സ്ക്രിപ്റ്റിംഗ് ഉണ്ട്, അങ്ങനെ പല കാര്യങ്ങളുണ്ട്. അപ്പം ഇതില് ചെയ്യുന്ന സമയത്ത് ഞങ്ങൾക്ക് വന്ന ഒരു മേജർ പ്രോബ്ലം ആയിരുന്നു കോണ്ടന്റ് നമുക്ക് വരുന്നത് ഡിലേ ആവണം. ഞങ്ങൾക്ക് ഒരു കോണ്ടന്റ് റിക്വയർമെന്റ് ക്ലയന്റ് എടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ നമുക്ക് UGC സർവീസസ് ഇല്ല, ഓർ UGC പ്രൊഡക്ഷൻ സർവീസ് നമുക്ക് ഡയറക്റ്റ് വർക്കിനില്ല. അപ്പോൾ നമ്മൾ ക്ലയന്റ് എടുത്ത് കൊടുക്കുന്ന സമയത്ത് ക്ലയന്റ് ഇത് ഒരു വേറെ ഏജൻസിക്ക് ഹാൻഡ് ഓവർ ചെയ്ത് അവരത് നമുക്ക് തരുമ്പോഴേക്കും ഓൾമോസ്റ്റ് ഒരു 20 to 25 days അവിടെ പോയി കഴിഞ്ഞു. അപ്പൊ നമുക്ക് ആ മാസം ക്യാമ്പയിൻ ഓപ്റ്റിമൈസ് ചെയ്യാൻ നമ്മളിതൊരു പ്രയർ മന്തിൽ പ്ലാനോ കാരണം എല്ലാം ചെയ്തിട്ടും കോണ്ടന്റ് നമുക്ക് ഫാസ്റ്റ് ആയിട്ട് കിട്ടുന്നില്ല, ഒരു സ്കെയിലിൽ കിട്ടുന്നില്ല. അപ്പൊ അങ്ങനെ ഞങ്ങളൊരു എക്സ്പെരിമെന്റ് ആയിട്ട് നമ്മളൊരു AI വീഡിയോ ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മുടെ ഈ പറഞ്ഞ ഒരു ക്ലയന്റ് നമ്മൾ റൺ ചെയ്ത് നോക്കിയപ്പോൾ അതിന് സെയിൽസ് വരാൻ തുടങ്ങി. സോ അപ്പൊ ഞാൻ വിചാരിച്ചു ആൾക്കാർക്ക് ഇനിയിപ്പോ AIയും ആക്ച്വലും തമ്മിൽ മേ ബി ഡിഫറൻസ് അറിയാത്തത് കൊണ്ടായിരിക്കും ചിലപ്പോൾ അത് കണ്ടിട്ടും ആൾക്കാർ പർച്ചേസ്. അപ്പം അത് ഞങ്ങൾ തുടങ്ങിയപ്പോൾ ആ ഒരു ബിസിനസ് മോഡൽ ഞങ്ങൾക്ക് ഇങ്ങനെ വർക്ക്. അപ്പം ഇതിന്റെ ഒരു ബാക്ക് എൻഡിൽ എനിക്കൊരു പാർട്ട്ണറും കൂടിയുണ്ട്. അപ്പം ആ പാർട്ട്ണറും ഞാനും കൂടി ചേർന്നിട്ടാണ് നമ്മളത് ചെയ്തത്. അപ്പോൾ ഞങ്ങൾക്ക് അതിന് എക്സ്റ്റേണൽ ടീം ഉണ്ട്. ഐഡിയലി ഞങ്ങൾ ചെയ്യുന്നത് ഇപ്പോൾ ലെറ്റ്സ് സേ ഒരാൾക്ക് UGC കോണ്ടന്റ് വേണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ തന്നെ ഒരു അവതാർ ബിൽഡ് ചെയ്യും, ഞങ്ങൾ തന്നെ സ്ക്രിപ്റ്റ് ഉണ്ടാക്കും, എന്നിട്ട് ഞങ്ങൾ തന്നെ വിഷ്വൽസ് ക്രിയേറ്റ് ചെയ്തിട്ട് ക്ലയന്റിന് വിത്തിൻ 24 to 48 hours ഡിപ്പെൻഡിങ് അവർക്ക് എത്ര സ്കെയിലാണോ പ്രൊഡക്ട്സ് വേണ്ടത്, വീഡിയോസ് വേണ്ടത് അത് ബേസ് ചെയ്തിട്ട് നമ്മൾ കൊടുക്കും. റീജിയണൽ ലാംഗ്വേജിലൊക്കെ ചെയ്യുമ്പോൾ എല്ലാം നമ്മളിപ്പോ ഹിന്ദിയിൽ ചെയ്യുന്നുണ്ട്, മലയാളത്തിൽ ചെയ്യുന്നുണ്ട്, ഇംഗ്ലീഷിൽ ചെയ്യുന്നുണ്ട്, തമിഴിലും ചെയ്യുന്നുണ്ട്. ഇതൊക്കെ നമുക്ക് ഇപ്പോൾ ഓൾറെഡി കറന്റ്ലി ആഡ്സും ഞങ്ങൾക്ക് റൺ ആവുന്നുണ്ട്. പ്ലസ് നമ്മൾ US മാർക്കറ്റിലും ഞങ്ങളുടെ ക്ലയൻസ് ഒക്കെ ആഡ്സ് റൺ ചെയ്യുന്നത്. അപ്പോൾ ഇപ്പൊ ഞങ്ങൾക്ക് ഒരു വെൽനസ് ബ്രാൻഡ് ഉണ്ട്, അവർക്ക് എല്ലാ മാസം നമ്മൾ 40 വീഡിയോസ് ആണ്, 40 AI വീഡിയോസ് ആണ് കൊടുക്കുന്നത്. ആൻഡ് ആ AI വീഡിയോസ് ദേ ആർ ഡൂയിങ് അബൌട്ട് 30 to 40 lakhs എല്ലാ മാസം അവർക്ക്. അപ്പം അവർ സ്പെൻഡ് ചെയ്യുന്ന ആ വീഡിയോസ് ജനറേറ്റ് ചെയ്യാൻ ഇപ്പൊ ലെറ്റ്സ് ഒരു 3 lakhs ആണ് അവർ സ്പെൻഡ് ചെയ്യണമെങ്കിൽ
അവർക്ക് ഇൻ റിട്ടേൺ വരുന്നത് ഒരു 30 to 40 lakhs ഒരു മാർക്കിലാണ് അവർക്ക് റവന്യൂ വരുന്നത്. സോ അപ്പൊ ഞങ്ങൾക്ക് എല്ലാ മാസം കൺസിസ്റ്റന്റ്ലി വർക്ക്സ് അവർ തരുന്നുണ്ട്. പ്ലസ് അവരുടെ നോർമൽ പ്രൊഡക്ഷൻ ഏജൻസി അവർക്ക് 8-10 ലക്ഷം എന്താണ് ചാർജ് ചെയ്യണം. ഞങ്ങൾ അതിന്റെ കോസ്റ്റ് കുറച്ച് 3 lakhs നമ്മൾ ഇപ്പോൾ 40 വീഡിയോസ് ആണ് നമ്മൾ കൊടുക്കുന്നത്. ആൻഡ് ദാറ്റ് ഈസ് വർക്കിംഗ് ഔട്ട്. അപ്പൊ ഞങ്ങൾക്ക് എല്ലാ മാസവും കൺസിസ്റ്റന്റ് വർക്ക്സ് ആണ്. അവരിപ്പോ നിങ്ങൾ 60 വീഡിയോസ് ഒരു മാസം ചെയ്യുമെന്ന് ചോദിക്കുന്നത്. ഞാൻ പറഞ്ഞു ഇപ്പൊ അതിനുള്ള ബാൻഡ്വിഡ്ത്ത് ആയിട്ടില്ല, ബട്ട് വി ക്യാൻ ഡെഫിനറ്റ്ലി ചെക്ക്. ബട്ട് ദിസ് ഇസ് വാട്ട് വി ട്രൈങ് ടു സോൾവ്. അപ്പൊ ഞങ്ങളവിടെ സ്പീഡ്, എക്സിക്യൂഷൻ, സ്കെയിൽ ഇതിലാണ് ഞങ്ങൾ കൂടുതലും അപ്ഡേറ്റ് എന്തായാലും ക്രിയേറ്റീവ് ടാർഗറ്റിംഗ് ആണ്. യെസ്. അപ്പൊ ഈ ആൻഡ്രോയിഡ് അപ്ഡേറ്റ് വന്ന പിന്നെയും എല്ലാത്തിനും ക്രിയേറ്റീവ്സ് ആണ് കൂടുതലും ഹയർ. അപ്പോൾ ഞങ്ങളുടെ ഫോക്കസും ഞങ്ങൾ 20% ടൈമാണ് ആഡ് അക്കൗണ്ടിൽ സ്പെൻഡ് ചെയ്യാറുള്ളൂ. ബാക്കിയുള്ള 80% ഓഫ് ടൈം ഗോസ് ഇൻ ടു ക്രിയേറ്റീവ്സ് റിസർച്ച്, പുതിയ ക്രിയേറ്റീവ്സ് പുഷ് ചെയ്യുക. ബിക്കോസ് ഇന്നിപ്പോ മെറ്റ തന്നെ പറയുന്നുണ്ട് നീ വേറെ ഒന്നും ചെയ്യണ്ട, ക്രിയേറ്റീവ് മാത്രം ഉണ്ടാക്കിയാൽ മതി എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഞങ്ങളുടെ ഫോക്കസ് അതിലാണ്. അപ്പൊ ബൈ കോമേഴ്സ് അങ്ങനെയാണ് അവിടെ റെലവെന്റ് ആവുന്നത് ബ്രാൻഡ്സിൽ. ഈ ക്രിയേറ്റീവ് ടാർഗറ്റിംഗിൽ ഈ ക്രിയേറ്റ് ചെയ്യാൻ നേരത്ത് ഈ കോപ്പറേറ്റേഴ്സും സ്ക്രിപ്റ്റ് റൈറ്റേഴ്സും ഒക്കെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ മെയിൻലി നമ്മൾ അവിടെയും ഇതേ പറഞ്ഞ ICP കംസ് ഇൻ ടു വെരി വെരി ഗ്രേറ്റ് റോൾ. ബിക്കോസ് നമ്മൾ ഏതൊരു കോണ്ടന്റ് സ്ക്രിപ്റ്റ് എഴുതുകയാണെങ്കിൽ അത് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ അത് സ്റ്റാറ്റിക് പോസ്റ്റും കൂടി ആവട്ടെ, നമുക്ക് ഒരു ഇന്റേണൽ സ്ട്രക്ചർ ഉണ്ട്. വേറെ നമുക്കൊരു ബ്രാൻഡ് വന്നു കഴിഞ്ഞാൽ ആ ബ്രാൻഡിന് എന്ത് പ്രൊഡക്റ്റ് ആണ് മാർക്കറ്റ് ചെയ്യണേ അതിന് നമ്മളൊരു ഡിഫറെന്റ് സെഗ്മെന്റ്സ് ആയിട്ട് ബിൽഡ് ചെയ്യും. ആ പർട്ടിക്കുലർ പ്രൊഡക്റ്റ് ഏതൊക്കെ യൂസ് കേസസിനാണ് യൂസ് ചെയ്യാൻ പറ്റുക എന്നുള്ളതിന് കറക്റ്റ് ഐഡിയ നമ്മൾ ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് നമ്മൾ ക്ലൈന്റ് എടുത്ത് കാണിച്ച് അപ്രൂവൽ മേടിച്ചു വരും. പിന്നെ ആ സിസ്റ്റത്തിലാണ് ഞങ്ങൾ കോണ്ടന്റ് കൂടുതലും ബിൽഡ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ആരെയാണ് ടാർഗറ്റ് ചെയ്യണേ അതിന്റെ റെലവെന്റ് ആയിരിക്കണം. നമ്മുടെ സംസാരിക്കുന്ന കീവേഡ്സ് ആവട്ടെ, സ്ക്രിപ്റ്റ് ആവട്ടെ, നമ്മൾ യൂസ് ചെയ്യുന്ന വിഷ്വൽസ് ആവട്ടെ, എല്ലാം അവരെ റെസോനേറ്റ് ചെയ്യണം. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വർക്ക്ഔട്ട് ആവില്ല. അപ്പം ഒരു സിമ്പിൾ എക്സാമ്പിൾ പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇപ്പോൾ ഒരു പെറ്റ് റിലേറ്റഡ് ഒരു ബ്രാൻഡ് ഉണ്ട്. അവര് സെല് ചെയ്യുന്ന പ്രൊഡക്ട്സ് ഒക്കെ മാർക്കറ്റിലേ ഇല്ല, വേറെ ആരും എടുത്താൽ മാർക്കറ്റ്സ് ഇല്ല. പക്ഷെ നോക്കുമ്പോൾ ഈ ഒരു പ്രൊഡക്റ്റിന് അത്രയും മാർക്കറ്റ് വാല്യൂ ഉണ്ട്, റൈറ്റ്? അപ്പം ഇവിടെ ഞങ്ങൾ ചെയ്യണത് ആ പർട്ടിക്കുലർ പ്രൊഡക്റ്റ് ഒരു പർട്ടിക്കുലർ പെറ്റിന് വേണ്ടിയിട്ടാണ് നമ്മൾ ടാർഗറ്റ് ചെയ്ത്, പെറ്റ് ഓണറിന് വേണ്ടി നമ്മൾ ടാർഗറ്റ് ചെയ്യണം. അപ്പോൾ ഞങ്ങളുടെ കോണ്ടന്റ് അത്രയും റെലവെന്റ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഞങ്ങൾ ക്യാമ്പയിൻ സ്റ്റാർട്ട് ചെയ്ത ഉടനെ തന്നെ എന്താ പറയാ ഭയങ്കര ലീഡ്സ് വന്ന് ക്ലയന്റ് ഇപ്പൊ ഭയങ്കര ഓവർവെൽമെന്റ് ആണ്. ആള് ആ കാലത്ത് 6:30 മണിക്ക് എഴുന്നേറ്റിട്ട് ലീഡ്സ് ആയിട്ട് സംസാരിച്ചു. മോർണിംഗ് 6:30 തുടങ്ങും, രാത്രി 11:30 വരെയും ഹീസ് ലൈക്ക് ടോക്കിംഗ് ടു മൾട്ടിപ്പിൾ പീപ്പിൾ. കൺവേർഷൻസ് നടക്കുന്നുണ്ട്. അപ്പം എവറി ഡേ ക്ലയന്റിനെ വിളിച്ചിട്ട് നിങ്ങൾ എന്താ ചെയ്തെന്ന് എനിക്ക് അറിയില്ല, ക്ലയന്റ് അപ്പൊ നമുക്ക് റിസൾട്ട് നന്നായിട്ട് വരുന്നുണ്ട്. ഇതിന് മുമ്പ് ഉണ്ടായിരുന്ന ഏജൻസി ഒന്നും നമുക്ക് ഇത്രയും പോലും റിസൾട്ട് കിട്ടിയിട്ടില്ല. ലൈക്ക് ഇനി 2 ദിവസം മുമ്പ് കൂടിയും എന്നെ വിളിച്ചിട്ട് ഷോപ്പിഫൈയിൽ ഞാൻ ആദ്യമായിട്ട് ഇത്ര റവന്യൂ കാണുന്നത്, ഇത് ആള് പറയുമ്പോൾ നമുക്കൊരു ഹാപ്പി ഫീലിംഗ് വരുന്നുണ്ടല്ലോ. അപ്പം അവിടെ പക്ഷെ ഞങ്ങൾ ആകെ കൂടെ ചെയ്തിട്ടുള്ളത് റൈറ്റ് മെസ്സേജ് റൈറ്റ് ആൾക്കാരിലേക്ക് കൊടുക്കുക എന്നുള്ളത് മാത്രമാണ്. ദാറ്റ് ഈസ് വർക്കിംഗ് ഔട്ട് റിയലി വെൽ ഫോർ. അപ്പോൾ ഞങ്ങൾക്ക് ഈ ഒരു ഇൻസൈറ്റ്സ് കിട്ടുമ്പോൾ വി ആർ നൗ ഗോയിങ് ഡീപ്പർ ലെവൽ. ഇനിയും എനിക്ക് അത് സ്പ്രെഡ് ചെയ്തിട്ട് ഇനി എന്തൊക്കെ ചെയ്യാൻ പറ്റും കാര്യങ്ങളൊക്കെ. അപ്പോൾ വെബ്സൈറ്റ് അതനുസരിച്ച് മാറ്റുന്നുണ്ട്. സോ ഈ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് ഓൺലി അബൌട്ട് ഡൂയിങ് ഒരു ചാനൽ മാത്രം ഫോക്കസ് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നമ്മളൊരു മാർക്കറ്റിംഗ് ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ എന്തിനാ ഡേ നെറ്റ്വർക്കിന് ഗ്രോത്ത് മാർക്കറ്റിംഗ് ഏജൻസി എന്ന് വിളിക്കുന്നത് വെച്ചാൽ ബിക്കോസ് ഞങ്ങളൊരു ഫുൾ ഫണൽ മാർക്കറ്റിംഗ് ആണ് പിന്നെയും ഞങ്ങൾ ക്ലയൻസിനെ നോക്കുന്നത്. അത് ഒരു ചാനൽ മാത്രം നോക്കാണ്ട് ഈ ചാനൽ വർക്ക് ആവണമെങ്കിൽ വേറെ എന്തൊക്കെ ചാനൽസ് വേണം സൈഡിൽ വർക്ക് ആവേണ്ടതെന്നുള്ളത്. ഇപ്പം നമ്മൾ മെറ്റയിൽ ആഡ്സ് റൺ ചെയ്യണമെങ്കിൽ സോഷ്യൽ മീഡിയ അക്കൗണ്ട് ഹാസ് ടു ബി ആക്റ്റീവ്. വെബ്സൈറ്റ് നോക്കുമ്പോൾ അതിന്റെ ലാൻഡിംഗ് പേജസ് കറക്റ്റ് ആയിരിക്കണം. അപ്പം ആൻഡ് ഇതിൽ ഇനി കസ്റ്റമേഴ്സ് നമുക്ക് റിപ്പീറ്റ് ഓർഡേഴ്സ് വരണമെന്നുണ്ടെങ്കിൽ അത് ഇമെയിൽ മാർക്കറ്റിംഗ്, വാട്സ്ആപ്പ് മാർക്കറ്റിംഗ്, അതിന്റെ LTV കൂട്ടുന്ന കാര്യങ്ങൾ ഇതൊക്കെ നമ്മൾ ചെയ്യണം. എന്നാൽ മാത്രമാണ് ഇന്നൊരു ബ്രാൻഡ് സക്സസ്ഫുള്ളി നമുക്ക് ഗ്രോ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാണ്ട് ഒരു സിംഗിൾ ചാനൽ ഡിപ്പെൻഡ് ചെയ്തിട്ട് നമുക്ക് ഒരിക്കലും പോകാൻ പറ്റില്ല. നമുക്കിപ്പോ ഇത്രയും ഓവർ ലീഡ് വരുന്ന ടൈമിൽ ഓട്ടോമേഷൻ യൂസ് ചെയ്യേണ്ടി വരുമല്ലോ. യെസ്. അപ്പോ അതിലെങ്ങനെയായിരിക്കും പ്രോപ്പർലി? സോ ഇപ്പൊ നമ്മൾ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏതൊരു ക്ലയന്റിന് ലീഡ് ജനറേഷൻ സർവീസ് നമ്മൾ കൊടുക്കുകയാണെങ്കിലും അവർക്ക് ഓട്ടോമേഷൻസ് ബൈ ഡീഫോൾട്ട് നമ്മൾ ഹെൽപ്പ് ചെയ്ത് കൊടുക്കുന്ന സെറ്റപ്പ് ചെയ്യുന്നുണ്ട്. അത് ചിലപ്പോൾ വാട്സാപ്പിൽ നമ്മൾ കൊടുക്കാൻ വേണ്ടിയിട്ടായിരിക്കും, ഓർ നമ്മൾ സിമ്പിൾ ഓട്ടോമേഷൻസ് ലൈക്ക് ലീഡ് വന്നു കഴിഞ്ഞാൽ ഷീറ്റിലേക്ക് നമുക്ക് വരുന്ന രീതിയിലുള്ള സിമ്പിൾ സെറ്റപ്പ്. പിന്നെ ഉള്ളത് നമ്മൾ CRM ആണ് ഇപ്പൊ കൂടുതലും ഫോക്കസ് ചെയ്യണം. ബിക്കോസ് ഇന്നത്തെ പ്രശ്നം വെച്ചാൽ ഇപ്പൊ ലീഡ് ജനറേഷൻ ചെയ്യുന്ന സമയത്ത് ഈ ലീഡ്സ് എല്ലാം ഷീറ്റിലോ അല്ലെങ്കിൽ വാട്സാപ്പിലൊക്കെ ആയിരിക്കും വരിക. പക്ഷെ അതിന്റെ ഒരു പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഈ മെറ്റാന്റെ അൽഗോറിതം ഓർ ഗൂഗിൾ അൽഗോറിതം വിൽ വർക്ക് ബെറ്റർ വെൻ നമുക്ക് ഈ ഓഫ്ലൈൻ കൺവേർഷൻസ് എന്താണ് നടക്കുന്നത് അത് അൺടിൽ അൺലെസ് നമ്മൾ ബാക്ക് ആഡ് അക്കൗണ്ടിലേക്ക് പുഷ് ചെയ്യാണ്ട് നമുക്ക് ക്യാമ്പയിൻ സ്റ്റെബിലിറ്റി നമുക്ക് കൊണ്ടുവരാൻ ഭയങ്കര പാടാണ്. ദാറ്റ് ഈസ് വൺ ഡിഫിക്കൽട്ടി ദാറ്റ് വി ഹാവ് ബീൻ ഫേസിങ് വിത്ത് ലോട്ട് ഓഫ് ക്ലയൻസ്. അപ്പൊ ഇപ്പൊ ഞങ്ങൾ CRM ഇന്റഗ്രേഷൻ വെച്ചിട്ട് ഇവിടെ ഒരു കൺവേർഷൻ എങ്ങാണ്ട് നടന്നു കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കലി നമ്മൾ തിരിച്ച് ആഡ് അക്കൗണ്ടിലേക്ക് പുഷ് ചെയ്യേണ്ട ക്യാപി സെറ്റപ്പോ കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഓൾറെഡി ഇപ്പൊ സെറ്റ് ചെയ്ത് കാരണം ഇപ്പൊ ഞങ്ങളുടെ ലീഡ്സും കാര്യങ്ങളൊക്കെ ബെറ്ററായി, ക്വാളിറ്റി ബെറ്ററായി. ബിക്കോസ് അൽഗോരിതം അറിയുന്നുണ്ട് ഓക്കെ ഞാൻ ഇയാളെ ടാർഗറ്റ് ചെയ്തു, ഇയാളുടെ അടുത്ത് വന്നിട്ട് പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്തു ആൻഡ് എനിക്ക് ഇത്രയും ഡീൽ വാല്യൂലാണ് ക്ലോസ് ആയെന്ന് അറിയുമ്പോൾ ഇറ്റ് ഇസ് ഗിവിംഗ് us more better audiences right now.
അപ്പോൾ ഇതാണ് ഞങ്ങൾ പ്രൈമറിലി അവിടെ ഓട്ടോമേഷൻ എന്ന് പറയുമ്പോൾ വാട്സാപ്പ് മെസ്സേജും കാര്യങ്ങളൊക്കെ നമ്മൾ സെൻഡ് ചെയ്യുന്നുണ്ട്. ബട്ട് മോർ ദാൻ ദാറ്റ് വി ആർ ഡൂയിങ് ഇൻ ടു പുഷിംഗ് ദ ഡേറ്റ ബാക്ക് ടു ദ ഗൂഗിൾ ആഡ് അക്കൗണ്ട് ഓർ മെറ്റ ആഡ് അക്കൗണ്ട്, ബിക്കോസ് അതെന്നാണ് നമുക്കൊരു ബെറ്റർ ക്വാളിറ്റി ആൻഡ് ഈ പറഞ്ഞ ഓട്ടോമേഷൻസ് ഒക്കെ ഇതിന്റെ പാർട്ടാണ്. ആൻഡ് എവറി ഏജൻസി ഹാസ് ടു ഫോക്കസ് ഓൺ ദീസ് കൈൻഡ് ഓഫ് തിങ്സ്. ഇല്ലെങ്കിൽ പിന്നെ ഒരു 2 മാസം കഴിയുമ്പോഴേക്കും ക്യാമ്പയിന് താഴത്തേക്ക് പോകാൻ തുടങ്ങും. പിന്നെ ക്ലൈന്റ് ഒരു എന്താ താഴത്തേക്ക് പോയാൽ ആരുടെ മറുപടി ചെയ്യില്ല, ബിക്കോസ് നമുക്ക് ഈ ഒരു സാധനം ഫിഗർ ഔട്ട് ചെയ്യാണ്ടായിരിക്കും വെച്ചിട്ടുണ്ടാവുക ഇന്റഗ്രേഷൻ പാർട്ട്. സോ ഇതൊക്കെ വെരി വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സാധനമാണ്. മനസ്സിലായി. നമുക്കിപ്പോൾ ഒരു സ്റ്റാർട്ടപ്പ് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൽ യൂസ് ചെയ്യേണ്ട ഗ്രോത്ത് മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസ് എന്തൊക്കെയാണ്? ഇറ്റ് ഡിപ്പെൻഡ്സ് ഫ്രം ബ്രാൻഡ് ടു ബ്രാൻഡ്. ഇപ്പൊ നമ്മൾ ഇപ്പൊ ഒരു ഇനിഷ്യലി ഒരു ചെറിയൊരു ബ്രാൻഡാണ് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഐഡിയലി ഓൺലി ഡു തിങ്സ് വേർ നിങ്ങൾക്ക് കുറച്ച് റവന്യൂ വരുന്ന പരിപാടികൾ മാത്രം ചെയ്യാം. ഇപ്പം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ലെറ്റ്സ് ഇപ്പോൾ നമുക്കൊരു ഈ കാർ ഷാംപൂ സെല് ചെയ്യുന്ന ഒരു ബ്രാൻഡ് ഉണ്ട്, ഇന്നും ഉണ്ട്. അവരിപ്പോൾ ഓൾമോസ്റ്റ് ഒരു 1 year ആയി നമ്മളായിട്ട് ടൈപ്പ് ചെയ്തിട്ട്. അപ്പൊ ഇനിഷ്യലി അവർ വന്നപ്പോൾ അവർ പറഞ്ഞു നമുക്ക് സോഷ്യൽ മീഡിയ ചെയ്യണം, SEO ചെയ്യണം, ആഡ്സ് ചെയ്യണം. പറഞ്ഞു ഇതൊന്നും ചെയ്യണ്ട, ആദ്യം റവന്യൂ വരുന്ന പണി മാത്രം നമുക്ക് എടുക്കാം, വിച്ച് വി വിൽ റൺ പെർഫോമൻസ് മാർക്കറ്റിംഗ് ക്യാമ്പയിൻസ്. സോഷ്യൽ മീഡിയ നിങ്ങൾ ഔട്ട്സോഴ്സ് ചെയ്യേണ്ട, നിങ്ങൾക്ക് തന്നെ സിമ്പിൾ ആയിട്ട് ഒരു പോസ്റ്റർ ക്യാൻവയിൽ ക്രിയേറ്റ് ചെയ്തിട്ട് പോസ്റ്റ്, ബിക്കോസ് അന്ന് അത്ര പ്രൊഡക്ട്സോ കാര്യങ്ങളൊന്നുമില്ല, 2-3 പ്രൊഡക്ട്സേ ഉള്ളൂ. ആൻഡ് അതിൽ ഒറ്റ പ്രൊഡക്റ്റ് അന്ന് സെല്ലാവുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു നമുക്ക് കുറെ പ്രൊഡക്ഷനോ സാധനങ്ങളൊന്നും നമുക്ക് സ്പെൻഡ് ചെയ്യേണ്ട, നിങ്ങൾ നിങ്ങളുടെ ഫോണിൽ തന്നെ സിമ്പിൾ ആയിട്ട് ഒരു വീഡിയോ ഷൂട്ട് ചെയ്ത് ഞങ്ങൾക്ക് തരാം, ഞങ്ങൾ എഡിറ്റ് ചെയ്ത് ഞങ്ങൾ ഇട്ടോളാം. പക്ഷെ ആ ബ്രാൻഡ് ഇന്നിപ്പോൾ ഓൾമോസ്റ്റ് ഒരു 8 to 10 lakh സ്കെയിലിൽ നമ്മൾ പ്രോഫിറ്റബിളി ഓൾമോസ്റ്റ് ഒരു പ്രോഫിറ്റബിൾ സ്റ്റേജിലാണ് നമ്മൾ അത് ബിൽഡ്. അപ്പൊ നൗ വി ആർ എയിമിംഗ് ഫോർ 15 lakhs വരെ. അപ്പൊ അവിടെ ഒരു ഗ്രോത്ത് മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ആയിട്ട് നമ്മൾ ചെയ്തത് ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് ആണ്. ബിക്കോസ് ആഡ്സ് നമ്മൾ ചെയ്യുന്നുണ്ടായിരുന്നു, പക്ഷെ ആളുടെ അടുത്ത് വലിയ രീതിയിൽ ബഡ്ജറ്റ് ഉണ്ടാവില്ല. അപ്പൊ ഞാൻ പറഞ്ഞു നമുക്കന്ന് ഒരു ഇൻഫ്ലുവൻസർ ആയിട്ട് ടൈപ്പ് ചെയ്യാം, അത്യാവശ്യം നല്ല ഒരു ഓട്ടോമൊബൈൽ സെക്ടറിൽ, ബിക്കോസ് ഇതെല്ലാം കാറും ബൈക്കിന് വാഷ് ചെയ്യുന്ന ഷാമ്പു ആയതുകൊണ്ട് ഞാൻ പറഞ്ഞു നമുക്കൊരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് നോക്കാം, എന്നിട്ട് അതിന് എന്തെങ്കിലും വർക്ക് ആവുകയാണെങ്കിൽ നമുക്ക് ചെയ്യാം. അപ്പം സോ അന്ന് ആഡ്സിനൊക്കെ നമ്മളൊരു 50,000 80,000 ഒക്കെ സ്പെൻഡ് ഉള്ളൂ, അത്രയും പോലില്ല. അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങളൊരു 50,000 ഈ മാസം ആഡിന് നോക്ക്, എന്നിട്ട് ഇതിൽ നിന്ന് ബഡ്ജറ്റ് ഡിഡക്ട് ചെയ്തിട്ട് നിങ്ങളൊരു 50,000 നമുക്ക് ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ്, അപ്പോൾ 1 lakh സ്പെൻഡ് ആയി. അത് ഞങ്ങളൊരു 3 ഇൻഫ്ലുവൻസറായിട്ട് സംസാരിച്ചു, ക്ലയന്റ് തന്നെ സംസാരിച്ചു. അപ്പോൾ എന്നിട്ട് ഞങ്ങളൊരു 3 പേർക്ക് കൊടുത്തു. അതിൽ ആ 3 വീഡിയോയിൽ ഞങ്ങൾക്ക് ഒരു വീഡിയോ ഭയങ്കരമായിട്ട് വൈറലായി ഓർഗാനിക്കലി. നമ്മളൊന്നും ആഡോ ഒന്നും റൺ ചെയ്തിട്ടില്ല. അതൊരു 8 lakh വ്യൂസ് വരിക്കും ഓർഗാനിക്കലി ഒരു 3 ദിവസത്തിൽ. ആ ചെയ്ത ആള് ആകെ കൂടെ സിമ്പിൾ ആയിട്ട് ഈ ഷാംപൂ ഇങ്ങനെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ പത വരും, ഇങ്ങനെ ക്ലീൻ ആവും എന്ന് പറഞ്ഞ് ജസ്റ്റ് സിമ്പിൾ ആയിട്ടുള്ള വീഡിയോ ആണ്. പക്ഷെ അത് പെട്ടെന്ന് കയറി വൈറലായി. എന്നിട്ട് ഞങ്ങൾക്ക് ആ വീഡിയോക്ക് നമ്മൾ എത്ര 25,000 എന്തോ ആണ് ആ ആൾക്ക് നമ്മൾ കൊടുത്തത് കോസ്റ്റിംഗ് ആയിട്ട്. ബട്ട് ആ ഒറ്റ വീഡിയോ നമുക്ക് 3.04 lakhs ആണ് നമുക്ക് സെയിൽ വന്നത് ആ ഒറ്റ മാസം. ആൻഡ് അതില് നമുക്ക് അത്രയും ഓർഗാനിക് സെയിൽ, ഇതെല്ലാം ഓർഗാനിക് കേട്ടോ. ആൻഡ് വരുന്നത് പകുതി നമുക്ക് പ്രീപെയ്ഡ് ഓർഡേഴ്സും ആണ്. COD ഉണ്ടായിരുന്നു, പക്ഷെ പ്രീപെയ്ഡ് ഓർഡേഴ്സ് കൂടുതലായിരുന്നു. എന്നിട്ട് ആ വീഡിയോന്റെ വന്ന ഓഡിയൻസിനെ നമ്മൾ തിരിച്ച് റീടാർഗറ്റ് ചെയ്തപ്പോൾ അഗെയിൻ ഞങ്ങൾ ആ വീഡിയോ ഒന്നുകൂടി ബൂസ്റ്റ് ചെയ്തു. ഓക്കെ, ഒരു 8 lakhs വ്യൂസിലേക്ക് എത്തിയപ്പോൾ നമ്മളത് ഒന്നുകൂടി ആഡ്സ് വെച്ചിട്ട് ബൂസ്റ്റ് ചെയ്തിട്ട് ഒരു 2.2 million വ്യൂസിലേക്ക് എത്തിച്ചപ്പോൾ അതിന് അഗെയിൻ നമുക്കൊരു സെറ്റ് ഓഫ് അത് ഇന്നും ആ വീഡിയോ ഇന്നും ഞങ്ങൾക്ക് വർക്ക് ആവുന്നുണ്ട്, ഇന്നും ആ സെയിൽസ് വരുന്നുണ്ട്. സോ ദാറ്റ് ഈസ് ഒരു ഗ്രോത്ത് ഹാക്ക് എന്ന് പറയാൻ പറ്റില്ല, ബട്ട് എ വെരി ലോജിക്കൽ വേ ഓഫ് തിങ്കിങ് അബൌട്ട് കുറെ വലിച്ചു വാരി സ്പെൻഡ് ചെയ്യാണ്ട് കറക്റ്റ് സ്ഥലത്ത് കറക്റ്റ് സമയത്ത് പോയി സ്പെൻഡ് ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു മെയിൻ. അപ്പം ഇത് ഓരോരോ ബ്രാൻഡിനും ഡിഫറെന്റ് ആണ്. ഇപ്പോൾ ചില ബ്രാൻഡ്സിനൊക്കെ UGC വീഡിയോസ് നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്, ചില വീഡിയോസിനൊക്കെ ടെസ്റ്റിമോണിയൽ വീഡിയോസ് ആണ് ഏറ്റവും കൂടുതൽ വർക്ക് ആയിട്ടുള്ളത്. ചിലതിലൊക്കെ നമ്മൾ ഓരോരോ പർട്ടിക്കുലർ സ്ഥലത്ത് പോയിട്ട് ചില ഈവെന്റ്സ് നടത്തുമ്പോഴൊക്കെ നമുക്ക് ട്രാക്ഷൻസ് കിട്ടാറുണ്ട്. ചില പ്രൊഡക്ട്സിനൊക്കെ നമ്മൾ ലൈക്ക് ഒരു മാർക്കറ്റിംഗ് സ്പെൻഡ് ഇല്ലാണ്ട് നമ്മൾ പോയിട്ട് എന്തെങ്കിലും ആർക്കെങ്കിലും ക്ലാസ് എടുക്കുമ്പോഴോ ഓർ നമ്മുടെ പ്രൊഡക്റ്റിനെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്യുമ്പോഴൊക്കെ നമുക്ക് അത് ത്രൂ നമുക്ക് കുറെ ലീഡ്സ് ഉണ്ട്. അപ്പം ഇറ്റ്സ് ഓൾ കറക്റ്റ്. അപ്പൊ ഇതിനൊരു സെറ്റ് പ്രോസസ്സോ റൂൾ ബുക്കോ കാര്യങ്ങളൊന്നുമില്ല. യു ഹാവ് ടു ലോജിക്കലി തിങ്ക് എന്താണ് ആ ബ്രാൻഡിന് ചെയ്തു കഴിഞ്ഞാൽ ഓർ എന്താണ് ആ ബ്രാൻഡിന് വയബിൾ വിത്തൗട്ട് നമ്മൾ ഓവർ സ്പെൻഡ് ചെയ്യാണ്ട് വാട്ട് ഈസ് ദ മോസ്റ്റ് ഈസിയസ്റ്റ് വേ ദാറ്റ് ഐ ക്യാൻ ബ്രിങ് സം കൈൻഡ് ഓഫ് റവന്യൂ. പക്ഷെ അത് ലോങ് ടേം ഗ്രോത്തും കൂടി ആയിരിക്കണം. ഇറ്റ് ഷുഡൻ ഓൾവേസ് ബി ലൈക്ക് ഒരു ഗ്രോത്ത് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു ലോങ് ടേം ഗോളാണ്. വൺ ടൈം ഒരു ഹാക്ക് പോലെ അയക്കാൻ പാടില്ല. പിന്നെ അത് ദെർ ഈസ് നോ ഗ്രോത്ത്, റൈറ്റ്? ഗ്രോത്ത് എന്ന് പറയുമ്പോൾ ആ ലൈൻ ഇങ്ങനെ ആദ്യം ഫ്ലാറ്റ് ആണെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ പതുക്കെ മുകളിൽ കയറി പോകണം. സോ ഇതാണ് ഞാൻ ഏതൊരു ബ്രാൻഡാണെങ്കിലും ഇഫ് സംബഡി ആസ്ക്സ് മീ ദിസ് ഐ സേ ലൈക്ക് ആ പർട്ടിക്കുലർ ബ്രാൻഡിന് എന്താണോ റെലവെന്റ് അത് ചെയ്യാം. വേറെ ഇതോ ലെറ്റ്സ് സേ ഇപ്പം
പണ്ട് ഡ്രോപ്പ് ബോക്സ് വന്നിട്ട് റെഫറൽ ആക്ടിവിറ്റി വെച്ചു, ആ സെയിം സാധനം ഇപ്പോൾ കൊടുത്തു കഴിഞ്ഞാൽ വർക്ക് ആവണം നിർബന്ധമില്ല, അവർക്കത് വർക്കായി, റൈറ്റ്? പക്ഷെ ആ സെയിം സ്ട്രാറ്റജി നിങ്ങൾക്ക് വർക്ക് ആവണമെന്നില്ല. സോ നിങ്ങളുടെ ബ്രാൻഡിന് എന്താണോ റെലവെന്റ് അത് വെച്ചിട്ട് ചെയ്യാം. ദാറ്റ് ഇസ് വാട്ട് വിൽ വർക്ക് അറ്റ് ദിസ് പോയിന്റ്. ഓക്കെ, മനസ്സിലായി. നമുക്കിപ്പോൾ ഒരു സ്റ്റാർട്ടപ്പ് ഓണർ ഇനിഷ്യലി മാർക്കറ്റിംഗിലേക്ക് വരുവാണ്, എങ്ങനെ ഈ ബഡ്ജറ്റ് പ്ലാനിങ് ഒക്കെ പ്രോപ്പറായിട്ട് ചെയ്യണം? സോ ഇതിന് ഏജൻസിക്ക് കൊടുക്കുമ്പോൾ ഒരു ക്ലാരിറ്റിയോട് കൊടുത്തു കഴിഞ്ഞാൽ, ഇപ്പൊ ഞാൻ ഒരു സ്റ്റാർട്ടപ്പ് ഓണറിനൊക്കെ യൂഷ്വലി സജസ്റ്റ് ചെയ്യാറെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനിഷ്യൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ 5 to 7 lakhs മാർക്ക് നിങ്ങൾ ഇനിഷ്യലി തന്നെ ബിൽഡ് ചെയ്യാൻ നോക്കാം. ബിക്കോസ് ഒരു ബ്രാൻഡ് ഓണർ വരുന്ന സമയത്ത് ഒരു ബിസിനസ് റൺ ചെയ്യുമ്പോൾ അവർക്ക് അവരുടെ കേപ്പബിലിറ്റീസ് വെച്ചിട്ട് അവർക്ക് ഒരു പറ്റുന്ന രീതിയിലേക്ക് അതൊരു ഗ്രോത്ത് കൊണ്ടുവരാൻ പറ്റും. എന്നിട്ട് ഒരു മാർക്കറ്റിംഗ് ഏജൻസി കൊടുക്കുമ്പോൾ ദെൻ ഇറ്റ് ഇസ് എ ബൂസ്റ്റ്. പക്ഷെ നിങ്ങൾ സീറോയിൽ തന്നെ എടുത്തിട്ട് മാർക്കറ്റിംഗ് ഏജൻസിന് കൊടുത്തു കഴിഞ്ഞാൽ അത് ഒരിക്കലും സെറ്റ് ആവില്ല. അതാണ് ഞാൻ ആ 5 to 7 lakhs മാർക്ക് വെക്കാൻ കാരണം. ബിക്കോസ് ഒരു ബ്രാൻഡ് ഓണറിന് അവരുടെ ബ്രാൻഡ് അവർക്ക് തന്നെ ഗ്രോ ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് ദേ ആർ നോട്ട് ഡൂയിങ് ദി റൈറ്റ് ബിസിനസ്, ഓർ പ്രോബ്ലി അവർക്ക് ബിസിനസ് ചെയ്യാൻ അറിയില്ല, ഓർ അവരുടെ പ്രൊഡക്ട്സ് അത്ര ഒരു സെല്ലബിൾ ആയിട്ടുള്ള ഒരു സാധനമല്ല, റൈറ്റ്? അപ്പോൾ ഞാനൊരു സ്റ്റാർട്ടപ്പ് ഓണറിന് എപ്പോഴും സജസ്റ്റ് ചെയ്യുക, ലെറ്റ്സ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ഇന്റേണലി നിങ്ങൾ തന്നെ ചെയ്ത് നോക്കുക കാര്യങ്ങളൊക്കെ. ഇപ്പോൾ മെറ്റാ ആഡ്സ് റൺ ചെയ്യാനൊന്നും അത്രയും കഷ്ടം, ഒരു വെരി ഡിഫിക്കൽട്ട് സാധനമല്ല. യൂട്യൂബിൽ പോയി 2 വീഡിയോസ് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആഡ്സ് സ്വന്തമായിട്ട് റൺ ചെയ്യാൻ പറ്റുന്നതാണ്, റൈറ്റ്? ഇനിഷ്യലി നിങ്ങൾ റൺ ചെയ്യുക, എന്നിട്ട് നിങ്ങൾക്ക് എന്താണ് അതിന് സെയിൽ വരണേ, എന്താണ് ട്രാക്ഷൻ വരണേ, കാര്യങ്ങളൊക്കെ നോക്കുക, റൈറ്റ്? എന്നിട്ട് യു ലുക്ക് അറ്റ് an ഏജൻസി, റൈറ്റ്? ഐഡിയലി ഞാൻ എപ്പോഴും പറയാം, ഇപ്പോഴും ഞാൻ പറയുന്നത് ഒരു 5 to 7 lakhs നിങ്ങൾക്ക് ഇന്റേണലി ബിൽഡ് ചെയ്യാൻ പറ്റി കഴിഞ്ഞിട്ട് ഓൾവേസ് ലുക്ക് ഫോർ എൻ ഏജൻസി. അതിന് മുമ്പ് ഡോണ്ട് ലുക്ക് ഫോർ എൻ ഏജൻസി. ബിക്കോസ് ഏജൻസിന്റെ കോസ്റ്റ് ഉണ്ടാവും, റൈറ്റ്? അപ്പൊ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ദേ കാൺ റെഡ്യൂസ് ദ കോസ്റ്റ് ബിക്കോസ് യു ഹാവ് നോട്ട് ഡോൺ എനിത്തിങ്. ബിക്കോസ് ഏജൻസിയുടെ കാര്യം നടക്കണം, റൈറ്റ്? നാട്ടില് മാർക്കറ്റിംഗ് ഏജൻസി വരുന്ന മെയിൻ മിസ്റ്റേക്ക് ഇതാണ്. അത് ഞാൻ പറഞ്ഞത്. അപ്പൊ എല്ലാ ക്ലയൻസും നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ക്ലയൻസ് അല്ല, റൈറ്റ്? നിങ്ങൾക്ക് എന്താണോ ചെയ്യാൻ പറ്റുക, നിങ്ങളുടെ കോസ്റ്റിങ്ങിന് അനുസരിച്ചിട്ടുള്ള ക്ലയൻസിനെ ഓൺബോർഡ് ചെയ്യുന്നതാണ് ഏറ്റവും ബുദ്ധിയുള്ളത്. അപ്പം ലെറ്റ്സ് സേ ഒരു ബ്രാൻഡ് ഇപ്പോൾ സ്ക്രാച്ചിൽ നിന്ന് ബിൽഡ് ചെയ്യുകയാണെങ്കിൽ ഡോണ്ട് ടേക്ക് ദം. നിങ്ങൾ എന്തിനും എടുക്കേണ്ട കാര്യമില്ല, റൈറ്റ്? ഓർ യു ഹാവ് ടു ബി റെഡി ടു റെഡ്യൂസ് യുവർ പ്രൈസസ്, റൈറ്റ്? നിങ്ങൾക്ക് നിങ്ങളുടെ ഇതും കോംപ്രമൈസ് ചെയ്യാൻ പാടില്ല, ക്ലയന്റിനും കോംപ്രമൈസ് ചെയ്യില്ല, റൈറ്റ്? സോ റാദർ ലെറ്റ് ദ ഫൗണ്ടേഴ്സ് ബിൽഡ് ദ ബ്രാൻഡ്. അറ്റ്ലീസ്റ്റ് ഒരു വേറെ മിനിമം 3 to 5 lakhs റവന്യൂ കൊണ്ടുവരാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ദെൻ I don't call anybody self as a business owner, right? ബിസിനസ് ഓണറിന് സ്വന്തം കാലിൽ നിൽക്കാൻ പറ്റി കഴിഞ്ഞിട്ട് വേണം അടുത്ത ഒരാളെ. ഇതൊരു ഹാർഷ് ആയിട്ടുള്ള വേല വഴിയല്ല, പക്ഷെ ഇത് ഞാനും അങ്ങനെ പഠിച്ചു വന്നിട്ടുള്ള ഒരു വഴിയാണ്, റൈറ്റ്? ആൻഡ് ഇന്ന് ഞാൻ ഇത് ക്ലയൻസ് ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ ദിസ് ഇസ് വാട്ട് ഐ ടെൽ ദം അപ് ഫ്രണ്ട്, റൈറ്റ്? നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഇത് ബിൽഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഇത് നാളെ ലെറ്റ്സ് ഇപ്പോൾ നിങ്ങളുടെ ഒരു ടീം മെമ്പർ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ബിസിനസ് അപ്പോൾ റൺ ചെയ്യാൻ പറ്റണമെങ്കിൽ ദെൻ യു ആർ ബിൽഡിങ് എ റൈറ്റ് ബിസിനസ്, റൈറ്റ്? ദെൻ യു ഡെലിഗേറ്റ് തിങ്സ് ഗോയിങ് ഫോർവേഡ് വെൻ ടീം മെമ്പേഴ്സ് ആർ ഗെറ്റിംഗ് ബിഗർ. അപ്പോൾ പക്ഷെ ഇനിഷ്യൽ സ്റ്റേജിൽ തന്നെ എനിക്ക് IITN വേണം അങ്ങനെ ആലോചിച്ച് കഴിഞ്ഞാൽ നടക്കില്ല. ഇഫ് യു ഹാവ് ഫണ്ടിങ്, ഓക്കെ, വെൽ ആൻഡ് ഗുഡ്. പക്ഷെ നിങ്ങൾക്ക് ഒന്നുമില്ല എന്നുണ്ടെങ്കിൽ ഡോണ്ട് ലുക്ക് ഫോർ എൻ ഏജൻസി. നിങ്ങൾ സ്വന്തമായിട്ട് ബിൽഡ് ചെയ്യുക, അത് കഴിഞ്ഞിട്ട് ഏജൻസി. ദാറ്റ് ഈസ് ദി ഐഡിയൽ വേ ഓഫ് ഞാൻ നോക്കുന്ന ഒരു സംഭവം അതാണ്. ഓക്കെ, താങ്ക് യു. അപ്പോൾ താങ്ക് യു സോ മച്ച്. ഐ ഹോപ്പ് ഇതൊരു ഇൻസൈറ്റ്ഫുൾ ആയിട്ടുള്ള പോഡ്കാസ്റ്റ് ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റിൽ ചോദിച്ചാൽ മതി, ഞങ്ങൾക്ക് ഫ്രീ ഉള്ള ടൈമിൽ വരുന്നതായിരിക്കും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലാന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ. ഓക്കെ, താങ്ക് യു.